സൗണ്ട് എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? ടെക്നിക്കൽ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? Can you hear me? Okay. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റോപ്പ് ചെയ്ത് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രോബ്ലംസ് തന്നെയാണ്. So the question is, velocity v of a particle on time t as depends on time t as v equal to a t square plus bt. Find the dimensions and units of a and b. സാധാരണ ചോദിക്കാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞു ഡയമെൻഷൻ അനാലിസിസിന് 3 രീതിയിൽ ഒന്ന് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ, ഒന്ന് കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, മറ്റൊന്ന് ഒരു ഇക്വേഷൻ തന്നിട്ട് ഒരു കറക്റ്റ് ഇക്വേഷൻ തന്നിട്ട് അതിൽ ഏതെങ്കിലും ടേംസിൻ്റെയൊക്കെ ഡയമെൻഷൻസ് കാണാൻ. ലാസ്റ്റ് പറഞ്ഞ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. വെരി ഈസി. എല്ലാത്തിലും ഉപയോഗിക്കേണ്ട പ്രിൻസിപ്പിൾ ചോദിച്ചാൽ എഴുതി വെക്കണം. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ. മറ്റൊരു പ്രിൻസിപ്പിൾ ആ ചാപ്റ്ററിൽ ഇല്ല. ഡയമെൻഷനുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിളേ ഉള്ളൂ. അതിൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ എന്ന് എഴുതി വെക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾ ഇത് ചെയ്യാൻ നമ്മൾ അതേ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ പ്രിൻസിപ്പിൾ പറയുന്നത് ഡയമെൻഷൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇക്വേറ്റ് ചെയ്യണമെങ്കിലും കമ്പയർ ചെയ്യണമെങ്കിലും ആഡ് ചെയ്യണമെങ്കിലും ഒക്കെ സെയിം ഡയമെൻഷൻ ആയിരിക്കും. ഇവിടെ ഇപ്പോൾ വി ഈ ടേംസുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു, എ ടി സ്ക്വയറും ബി ടിയുമായിട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ വിയും എ ടി സ്ക്വയറും ബി ടി എന്ന് പറയുന്ന 3 ടേമിനും ഒരേ ഡയമെൻഷൻ ആയിരിക്കും. സോ ദ ഡയമെൻഷൻ ഓഫ് വി ഷുഡ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ടി സ്ക്വയർ ഷുഡ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ടി. അതാണ് ആദ്യം തന്നെ നമ്മൾ എഴുതുന്നത്. മനസ്സിലായല്ലോ? ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ്റെ ഈ കേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതങ്ങനെയാണ് വരും. ഡയമെൻഷൻ ഓഫ് വി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ടി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ടി എന്നും എഴുതാം. അപ്പോൾ ആദ്യത്തെ ടേമാണ് ഡയമെൻഷൻ ഓഫ് വി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ടി സ്ക്വയർ. ഇതിൽ നിന്ന് നമുക്ക് ഡയമെൻഷൻ ഓഫ് ടി അറിയാം, ഡയമെൻഷൻ ഓഫ് വി അറിയാം. വി എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. അപ്പോൾ അതിന് ഡയമെൻഷൻ ഓഫ് എ കാണാം. സോ ഡയമെൻഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് ടി സ്ക്വയർ. ഇവിടെ വിക്കും ടിക്കും ഡയമെൻഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡയമെൻഷൻ ഓഫ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എൽ ടി റേസ് ടു -1 ഡിവൈഡഡ് ബൈ എൽ ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ. ടി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ ടി സ്ക്വയർ. അപ്പോൾ ഈ ടി സ്ക്വയർ മുകളിൽ പോകുമ്പോൾ ടി റേസ് ടു -2 ആവും. സോ എൽ ടി റേസ് ടു -2. ഹലോ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്? ഞാൻ ക്വസ്റ്റ്യൻ്റെ നമ്പർ ഇട്ടിട്ടില്ല. ഇത് ഐ ഹോപ്പ് മാർച്ച് 2019 അല്ലെങ്കിൽ 20 ക്വസ്റ്റ്യൻ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ. നിങ്ങളേത് നമ്പർ ഇട്ടാലും കുഴപ്പമില്ല. ഞാൻ ഒരു ക്വസ്റ്റ്യനും നമ്പർ കൊടുത്തിട്ടില്ല. ആദ്യത്തിൽ ഒന്നിട്ട് കൊടുത്തില്ല. ഞാൻ നമ്പർ ഇടാൻ വിട്ടുപോയതാണ്.
ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നമ്പർ കൊടുക്കുക. എത്തി നിൽക്കുന്നത് ഹലോ നിങ്ങളെന്തോ ചോദിച്ചോ? ഞാൻ ക്ലിയർ ആയിരുന്നില്ല, ഒന്നൊരു പറയൂ. ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? Let me continue. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ ഓഫ് എ എന്ന് പറയുന്നത് ഈ വി ബൈ ടി സ്ക്വയർ, ഡയമെൻഷൻ ഓഫ് വി ബൈ ഡയമെൻഷൻ ഓഫ് ടി സ്ക്വയർ. ഇത് ഇത്തരം ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡയമെൻഷൻ ഓഫ് ബ്രാക്കറ്റ് ഇടാതെ എഴുതുന്നത് അത്ര ശരിയല്ല. എ ഈക്വൽ ടു വി ബൈ ടി സ്ക്വയർ എന്ന് എഴുതിയാൽ ശരിക്കും തെറ്റാണ്. അങ്ങനെ എഴുതാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഡയമെൻഷൻ ഓഫ് എ ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് ടി സ്ക്വയർ. ഈക്വേഷൻ ഒരിക്കലും എ ഈക്വൽ ടു വി ബൈ ടി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റില്ല. ബട്ട് ഡയമെൻഷൻ ഓഫ് എ ഇസ് ഈക്വൽ ടു എല്ലാ ഡയമെൻഷൻ ബ്രാക്കറ്റ് ഉപയോഗിച്ച് എഴുതുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എ ഈക്വൽ ടു എൽ ടി റേസ് ടു ഡയമെൻഷൻ ഓഫ് എ ഇസ് ഈക്വൽ ടു എൽ ടി റേസ് ടു -3 എന്ന് ഈസി ആയിട്ട് കിട്ടും. ഈ വിയുടെ വെലോസിറ്റിയുടെ ഡയമെൻഷനും ടൈമിൻ്റെ ഡയമെൻഷനും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വെരി ബേസിക് ഡയമെൻഷൻസ് ആണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മറ്റ് ക്വാണ്ടിറ്റീസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ ഡയമെൻഷൻസും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഡയമെൻഷൻ ഓഫ് എ ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ടി സ്ക്വയർ ആണ് ഡയമെൻഷൻ ഓഫ് വി എന്ന് ഓർത്തിരിക്കുക. ഇത് എഴുതുക. അപ്പോൾ അത് അങ്ങനെ നമുക്ക് എയുടേത് കിട്ടി. ഇനി അതേപോലെ രണ്ടാമത്തെ പാർട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഡയമെൻഷൻ ഓഫ് വി എന്ന് പറയുന്നത് നേരത്തെ എ ടി സ്ക്വയർ ഈ ടൈമിൻ്റെ ഡയമെൻഷനോട് ഇക്വേറ്റ് ചെയ്യും. ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ടി. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ പറയുന്നത്. എൽ എച്ച് എസിൽ ആർ എച്ച് എസിൽ ഒന്നിലധികം ടേംസ് ഉണ്ടെങ്കിൽ എൽ എച്ച് എസിലുള്ള ഡയമെൻഷനും ആർ എച്ച് എസിലുള്ള ഓരോ ടേമിൻ്റെ ഡയമെൻഷനും ഈക്വൽ ആയിരിക്കണം. ദ ഡയമെൻഷൻ ഓഫ് ദി എൽ എച്ച് എസ് ഷുഡ് ബി ഈക്വൽ ടു ദി ഡയമെൻഷൻ ഓഫ് ദി ഈച്ച് ടേം ഓൺ ദി ആർ എച്ച് എസ്. അപ്പോൾ ആദ്യം വെലോസിറ്റിയുടെ ഡയമെൻഷനെ എ ടി സ്ക്വയർ ഡയമെൻഷനോട് ഇക്വേറ്റ് ചെയ്തു. അതിൽ നിന്ന് നമ്മൾ എയുടെ ഡയമെൻഷൻ കണ്ടെത്തി. ഇനി അതേ ടെക്നിക്ക് ഉപയോഗിക്കുന്നു. വെലോസിറ്റിയുടെ ഡയമെൻഷനെ ബി ടിയുടെ ഡയമെൻഷനുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. അതിൽ നിന്ന് ബി കണ്ടെത്തണം. സോ ഡയമെൻഷൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ടി വിച്ച് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ടി. ഇറ്റ് ഈസ് ഈസി. ഇതിൽ നിന്ന് ഡയമെൻഷൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് വി ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് ടി. നേരത്തെ പോലെ ടി റേസ് ടു -1 ഡിവൈഡ് ബൈ ടി സ്ക്വയറിൻ്റെ പകരം ഇവിടെ ടി ആണ്. അതുകൊണ്ട് ടി എന്ന് കൊടുക്കുന്ന ഡയമെൻഷൻ. സോ ഇറ്റ് വിൽ ബി ഈ ടി മുകളിൽ പോകുമ്പോൾ ടി റേസ് ടു -1 ആവും. സോ എൽ ടി റേസ് ടു -1 ഇൻറ്റു ടി റേസ് ടു -1 എന്ന് പറഞ്ഞാൽ എൽ ടി റേസ് ടു -2. സോ ഡയമെൻഷൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു എൽ ടി റേസ് ടു -2. ഓക്കെ, അപ്പോൾ ഓർക്കുക ഡയമെൻഷണൽ അനാലിസിസിന് 3 ടൈപ്പ് പ്രോബ്ലംസിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കും. 2 മാർക്കിനാവില്ല, 3 മാർക്കിന് ചോദിക്കാൻ 3 4 മാർക്കിന് ചോദ്യം വരും. അപ്പം 2 ടൈപ്പ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം, ഒരു ഇക്വേഷൻ്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ ചോദിക്കാം, ഒരു ഇക്വേഷൻ തന്നിട്ട് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ ഉപയോഗിച്ചിട്ട് അതിലുള്ള ഏതെങ്കിലും ഒരു ടേമിൻ്റെ ഡയമെൻഷൻ കണ്ടെത്താൻ വേണ്ടി ഡയമെൻഷണൽ ഫോർമുല എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാം. ഇതിൽ ഏതെങ്കിലും 2 ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, 3 ടൈപ്പ് നമുക്ക് ചെയ്യാൻ കഴിയണം. ഓക്കെ, ഇപ്പോൾ 2 ടേമിൻ്റെ ഡയമെൻഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, 2 മാർക്കാണത്. ഇത്തരം ക്വസ്റ്റ്യനിൽ ഈ വിയുടെ ഡയമെൻഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ എൽ ടി റേസ് ടു -1 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു 1/2 മാർക്ക് തരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വേവ് ട്രാവലിംഗ് അലോങ് എ സ്ട്രിങ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ y of xt is equal to 0.005 sin 80.0x minus 3.0t in which the numerical constants are in SI units. Calculate the wavelength and frequency of the wave. ഇതിപ്പോൾ ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതൊക്കെ വേവ്സ് എന്നാണ്. അങ്ങനത്തെ ഫോം തന്നിട്ട് കമ്പയർ ചെയ്യണം. അതേപോലെ ഓസിലേഷൻസ് എന്നും വരാം. ഓസിലേഷൻസ് എന്ന് ആണിത് വരുന്നതെങ്കിൽ ഇവിടെ ഒമേക്ക എക്സിൻ്റെ ടേം ഉണ്ടാവില്ല.
0.005 സൈൻ 3t എന്ന് മാത്രം തരികയാണെങ്കിൽ ഇറ്റ്സ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ, വേവ് അല്ല. ഇവിടെ എക്സും ടിയും പ്ലസോ മൈനസോ ആയിട്ട് വരുമ്പോഴാണ് വേവ് ആവുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓസിലേഷൻസ് തന്നിട്ട് അതിൽ നിന്ന് ഫ്രീക്വൻസിയും ആംപ്ലിറ്റ്യൂഡും ആംഗുലാർ ഫ്രീക്വൻസിയും ഒക്കെ കണ്ടെത്താൻ അങ്ങനെയും ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയണം ഈ ഫോം കണ്ടാൽ തന്നെ വേവ് ആണോ ഓസിലേറ്റർ ഒരു സിമ്പിൾ ഓസിലേഷൻ ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഇക്വേഷൻ കിട്ടി. നേരത്തെ നമ്മൾക്കറിയാം സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും കാണാനാണ് പറഞ്ഞത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കൂ, എക്സും ടിയും തമ്മിൽ പ്ലസ് അല്ല മൈനസ് ആണ്. അതുകൊണ്ട് ദിസ് ഈസ് എ വേവ് ട്രാവലിംഗ്. അതിവിടെ ചോദിച്ചിട്ടില്ല, ചിലപ്പോൾ അതും ചോദിക്കാം. ട്രാവലിംഗ് വേവ് ആണെങ്കിൽ ഏത് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നു. സോ ദിസ് ഈസ് എ വേവ് ട്രാവലിംഗ് അലോങ് ദി പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. ഇവിടെ എക്സും ടിയും തമ്മിലുള്ള ബന്ധിപ്പിക്കുന്നത് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്ന വേവ് ആണ്. ഇവിടെ പ്ലസ് ആണെങ്കിൽ നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്ന വേവ് ആണ്. പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്. സോ കമ്പയറിംഗ് വിത്ത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് 5 എന്ന് എടുക്കണം, കാരണം ഇവിടെ മൈനസ് ആണ്. ഇത് ജസ്റ്റ് കമ്പയർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ ഇസ് ഈക്വൽ ടു 0.005 മീറ്റർ. എസ് ഐ യൂണിറ്റ് ആണ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ മീറ്റർ എന്ന് എഴുതി. കെ ഇസ് ഈക്വൽ ടു എക്സിൻ്റെ കൂടെ വരുന്ന ആളാണ് കെ. സോ കെ ഇസ് ഈക്വൽ ടു 80 മീറ്റർ ഇൻവേഴ്സ്. എസ് ഐ യൂണിറ്റ് ആണ് തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് മീറ്റർ ഇൻവേഴ്സ് യൂണിറ്റ് കൊടുത്തത്. ദെൻ ഒമേഗ എന്ന് പറയുന്നത് ടിയുടെ കൂടെ വരുന്ന ആളാണ്. ഒമേഗ ഇസ് ഈക്വൽ ടു 3 റേഡിയൻസ് പെർ സെക്കൻഡ്. ഓക്കെ, ഇതുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. സോ ഒമേഗ ഇസ് ഈക്വൽ ടു 3 റേഡിയൻസ് പെർ സെക്കൻഡ്. അപ്പോൾ ഒമേഗ കിട്ടി, കെ കിട്ടി. അപ്പോൾ കാണേണ്ടത് വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയുമാണ്. കെയിൽ നിന്ന് വേവ് ലെങ്ത് കിട്ടും, ഒമേഗയും കെയും അറിയാമെങ്കിൽ ഫ്രീക്വൻസിയും കിട്ടും. സോ കെ ഇസ് ഈക്വൽ ടു 2π ലാംഡ എന്നുള്ള റിലേഷൻ നിങ്ങൾക്കറിയാം. അതിൽ നിന്ന് ലാംഡ ഇസ് ഈക്വൽ ടു 2π/k. സോ ഇറ്റ് ഈസ് 6.28 ഡിവൈഡഡ് ബൈ 80. 6.0 വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ അത് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ കെ കിട്ടിയാൽ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന ആളാണ് വേവ് ലെങ്ത്. കെയും ഒമേഗയും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാം. വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും സ്പീഡും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ റിലേഷൻസ് ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇത് പച്ചവെള്ളമായിട്ട് നമുക്ക് അത്രയും നാവിൻ തുമ്പിൽ ഇത് വരണം എപ്പോഴും. ഈ റിലേഷൻസ് കെ ഇസ് ഈക്വൽ ടു 2π ലാംഡ, ഒമേഗ ഇസ് ഈക്വൽ ടു 2πf, പിന്നെന്താണ് വെലോസിറ്റി v ഈക്വൽ ടു ഒമേഗ ബൈ കെ, എഫ് ഇസ് ഈക്വൽ ടു വി ബൈ ലാംഡ. അങ്ങനെയൊക്കെയുള്ള കുറച്ച് റിലേഷൻസ് ഉണ്ട്. എഫ് ഇസ് ഈക്വൽ ടു 1/t. അതെല്ലാം ഒരു ബോക്സിലാക്കി അത് ഇങ്ങനെ ഓർത്തിരിക്കുക. അതിലൊരു 3 എണ്ണം പഠിച്ചാൽ ബാക്കിയെല്ലാം നമുക്ക് കിട്ടും. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള 3 ഇക്വേഷൻ പഠിച്ചാൽ ബാക്കിയെല്ലാം അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് ഫ്രീക്വൻസി കാണണം. ഒമേഗ ഇസ് ഈക്വൽ ടു 2πf എന്നുള്ള റിലേഷൻ. ഒമേഗ ഉണ്ട്, എഫ് കാണണം. സോ എഫ് ഇസ് ഈക്വൽ ടു ഒമേഗ ബൈ 2π, 3/6.28, 0.48 ഹെർട്സ്. അപ്പോൾ ഇങ്ങനെ ആൻസേഴ്സ് കിട്ടും. 2 മാർക്ക് ഉണ്ട് ഈ ക്വസ്റ്റ്യൻ. മാർച്ച് 2019 ഇപ്പോഴാണ് നമ്മൾ എത്തിയത്. സോ ദിസ് ഈസ് ഇതുവരെയുള്ളത് മാർച്ച് 2020 ക്വസ്റ്റ്യൻ ആയിരുന്നു. അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് 2019 ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കണം ഇതുവരെ ചെയ്തത്. ഇപ്പോൾ ഈ ചെയ്യാൻ പോകുന്നത് 2019 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ. ഇതിന്റെ മുൻപത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേ ക്വസ്റ്റ്യൻ, ഇതേ മോഡലിൽ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം മനസ്സിലായല്ലോ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒന്നും ഒരു ഇൻഡയറക്റ്റോ ഒരു പ്രയാസമുള്ളതോ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. വളരെ ഡയറക്റ്റ് ആയിട്ട് ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും വരുന്നത്. അപൂർവമായിട്ട് ഒരു ചെറുതായിട്ടൊന്ന് ചിന്തിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉള്ളൂ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. സോ ഇറ്റ് ഈസ് ഈസി, പ്രോബ്ലംസ് ആർ വെരി ഈസി. അപ്പോൾ ഇത് നേരിട്ട് ഡയറക്റ്റ് ഈ ജസ്റ്റ് ഈ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുന്ന ആൾ ജസ്റ്റ് കമ്പയർ ചെയ്യേണ്ടേ ഉള്ളൂ. എല്ലാ വാല്യൂസും കിട്ടി, കെയും ഒമേഗയും കിട്ടി, അതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. എവറിത്തിങ് അത് ഇക്വേഷൻസ് ഓർത്തിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാർച്ച് 2019 അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ചെക്ക് ദി ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ പി വി ഇസ് ഈക്വൽ ടു എഫ് എക്സ്, വെർ പി ഈസ് ദി പ്രഷർ, വി ഈസ് ദി വോളിയം, എഫ് ഈസ് ദി ഫോഴ്സ് ആൻഡ് എക്സ് ഈസ് ദി ഡിസ്പ്ലേസ്മെന്റ്. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകാം. ആദ്യം തന്നിട്ടുള്ള എല്ലാ ക്വാണ്ടിറ്റീസിൻ്റെയും ഡയമെൻഷൻസ് ലിസ്റ്റ് ചെയ്യുന്നു. പ്രഷർ ഉണ്ട്, ml. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ ml(t)(-2), m into L(t)(-2). ഫോഴ്സ് പറഞ്ഞാൽ ma ആണല്ലോ, m into L(t)(-2) ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയുമ്പോൾ ml(t)(-2) ഡിവൈഡഡ് ബൈ L² വരും. ആ L² മുകളിലും L(-2) ആകും. ആ L(-2) എല്ലാം കൂടി ചേരുമ്പോൾ L(-1) ആകും. സോ ml(-1), T(-2) is the dimensional formula for pressure. The dimensional formula for volume is L3, and dimensional formula for force is ml(t)(-2), and that for x is L. ഈ പ്രഷറിന്റെ ഡയമെൻഷനും ഫോഴ്സിന്റെ ഡയമെൻഷനും എഴുതിയാൽ ഒരു 1/2 മാർക്ക് ഈ ക്വസ്റ്റ്യനിൽ കിട്ടും.
ഓക്കെ. ദെൻ എൽ എച്ച് എസിന്റെ ഡയമെൻഷൻ കാണാം. പ്രഷർ ഇൻറ്റു വോളിയം എന്നാണ് എഴുതിയത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എം എൽ റേസ് ടു -1 ടി റേസ് ടു -2 ഇൻറ്റു എൽ ക്യൂബ്. അത് ചെയ്യുമ്പോൾ ml² ടി റേസ് ടു -2 എന്ന് വരും. എൽ എച്ച് എസിന്റെ വോളിയം. എൽ എച്ച് എസിന്റെ ഡയമെൻഷൻ ഫോർമുല. പ്രഷറിന്റെ ഡയമെൻഷണൽ ഫോർമുല ഇൻറ്റു വോളിയത്തിന്റെ ഡയമെൻഷണൽ ഫോർമുല. അടുത്തത് ആർ എച്ച് എസിന്റെ ഡയമെൻഷണൽ ഫോർമുല. ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുലയും എക്സിന്റെ ഡയമെൻഷണൽ ഫോർമുലയും കൂടി അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റും കൂടി ഗുണിച്ചാൽ മതി. So ml t raised to -2 force into L, that is ml² t raised to -2. So നോക്കൂ നിങ്ങൾ LHS ൻ്റെത് ml² t raised to -2, RHS ൻ്റെത് ml² t raised to -2. So dimension of LHS is equal to dimension of RHS. Then the equation is dimensionally correct. Remember, equation is correct എന്ന് എഴുതരുത്. Equation is dimensionally correct. ഒരു ഇക്വേഷൻ ഡയമെൻഷനലി തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി തെറ്റെന്ന് എഴുതണമെന്നില്ല. തെറ്റാന്ന് തന്നെ എഴുതാം. ഇക്വേഷൻ ഈസ് റോങ് തന്നെ എഴുതാം. അല്ലെങ്കിൽ ഇക്വേഷൻ ഈസ് നോട്ട് കറക്റ്റ്. ഇനി ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി നോട്ട് കറക്റ്റ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. പക്ഷെ ഡയമെൻഷനലി ഒരു ഇക്വേഷൻ തെറ്റാണെങ്കിൽ ആ ഇക്വേഷൻ തെറ്റ് തന്നെയാണ്. അത് പിന്നെ ഒരിക്കലും ശരിയാവില്ല. പക്ഷെ ഡയമെൻഷനലി കറക്റ്റായ ഒരു ഇക്വേഷൻ എക്സാക്ട് ഇക്വേഷൻ ആവണമെന്നില്ല. ഡയമെൻഷൻ ഇല്ലാത്ത കോൺസ്റ്റൻസ് ഒക്കെ വരുന്ന ഇക്വേഷനോ സൈനും കോസും ഒക്കെ വരുന്ന ഇക്വേഷനോ ഒന്നും ആണെങ്കിൽ അത് കിട്ടൂല. അപ്പൊ ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് കരുതി ഇക്വേഷൻ കറക്റ്റ് ആവണമെന്നില്ല. പക്ഷെ ഡയമെൻഷനലി തെറ്റാണെങ്കിൽ ഇക്വേഷൻ തെറ്റ് തന്നെയാണ്. ഓക്കെ. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ വേറെ നമ്മൾ ചെയ്താണ്. അപ്പോൾ ഇനി ഈ മോഡൽ നമ്മൾ അതിലധികം സമയം ചെലവഴിക്കേണ്ടതില്ല. ഓക്കെ. നെക്സ്റ്റ് പ്രോബ്ലം ഒരു ഗ്രാഫ് ബേസ് ചെയ്തുള്ള പ്രോബ്ലമാണ്. ഫിഗർ ഷോസ് ദി സ്ട്രെയിൻ സ്ട്രെസ് കർവ് ഫോർ എ മെറ്റീരിയൽ. വാട്ട് ഈസ് ദി യങ്സ് മോഡുലസ് ഓഫ് ദി മെറ്റീരിയൽ? 2 മാർക്ക് ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം. ഫിഗർ ഷോസ് ദി സ്ട്രെയിൻ അല്ലെങ്കിൽ സ്ട്രെയിൻ സ്ട്രെസ് കർവ് ഫോർ എ മെറ്റീരിയൽ. വാട്ട് ഈസ് ദി യങ്സ് മോഡുലസ് ഓഫ് ദാറ്റ് മെറ്റീരിയൽ? ഈ ഗ്രാഫിലുള്ള മെറ്റീരിയലിന്റെ യങ്സ് മോഡുലസ് കണ്ടെത്താനാണ് ചോദ്യം. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സ്ട്രെസ് സ്ട്രെയിൻ അല്ലെങ്കിൽ സ്ട്രെയിൻ സ്ട്രെസ്, ഈ ഗ്രാഫിന്റെ y ആക്സിസിൽ സ്ട്രെസ്സും x ആക്സിസിൽ സ്ട്രെയിനും എടുത്തൊരു ഗ്രാഫ് വരച്ചാൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. y-ലെ സ്ട്രെസ്സും x-ലെ സ്ട്രെയിനും തന്നെ എടുക്കണം. അങ്ങനെയുള്ള ഒരു ഗ്രാഫ് വരച്ചാൽ അതിന്റെ സ്ലോപ്പാണ് യങ്സ് മോഡുലസ്. ബിക്കോസ് യങ്സ് മോഡുലസ് ഇസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. അപ്പോൾ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് കാണുക എന്നുള്ളതായി ഈ പ്രോബ്ലം ചുരുങ്ങി. So this is very simple to find the slope of this graph. Values ഒക്കെ തന്നിട്ട് ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് y/x ചെയ്താൽ മതി. ഞാനിപ്പം ഇതിന്റെ സ്ലോപ്പ് കാണുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സോ യങ്സ് മോഡുലസ് ഇസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദി സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. അപ്പോൾ ഞാൻ വെറുതെ ഒരു ട്രയാങ്കിൾ ഇതിൽ സങ്കല്പിക്കുകയാണ്, ABC എന്ന് പറയുന്നത്, സ്ലോപ്പ് കാണാൻ വേണ്ടിയിട്ട്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയാണ്. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു BC/AB. BC/AB ആണ് ടാൻ തീറ്റ. സോ സ്ലോപ്പ് ഇസ് ഈക്വൽ ടു BC/AB. നിങ്ങൾക്കറിയാം. അപ്പോൾ BC എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ അറിയാം 150. AB എന്ന് പറയുന്നത് 0.02. ഒരാൾക്ക് പുറത്തേക്കൊക്കെ എടുക്കട്ടോ. ഞാൻ കറക്റ്റ് വാല്യൂസ് ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരു പോർഷൻ എടുത്തു എന്നേ ഉള്ളൂ. 150 × 10⁶ വരും. ഈ 150 എന്ന് എഴുതിയാൽ പോരാ, അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഈ ഗ്രാഫിനൊക്കെ കുട്ടികൾ തെറ്റിക്കുന്ന ഒരു പ്രധാന വിഷയം അതാണ്. ഇതൊക്കെ എഴുതും സ്ലോപ്പ് ഇസ് ഈക്വൽ ടു BC, സ്ലോപ്പ് ആണ് യങ്സ് മോഡുലസ് എന്ന് എഴുതും. സ്ലോപ്പ് കാണുമ്പോൾ 150/0.02 എന്ന്, കാരണം ഇവിടെ 150 ആണല്ലോ. 150 / 0.02 എന്ന് എഴുതും. 0.002 എന്ന് എഴുതും. അപ്പോൾ ഈ 10⁶ മറന്നു പോകും. ഇത് ശ്രദ്ധിക്കൂല. സ്ട്രെസ് കണ്ടോ, 10⁶ Nm/m²ലാണ് സ്ട്രെസ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ 100 അല്ലത്, 100 × 10⁶ ആണ്. ഇവിടെ 50 × 10⁶ ആണ്. ഇവിടെ 150 × 10⁶ എഴുതണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ ഗ്രാഫ് വന്നാൽ. സോ 150 × 10⁶ Nm/m² എന്ന് തന്നെ എഴുതണം. ഡിവൈഡഡ് ബൈ ഇവിടെ 0.002 പറഞ്ഞാൽ 2 × 10⁻³ സൗകര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ 0.002. ഇനി 0.002നെ 2 × 10⁻³ എന്ന് എഴുതി. 150/2 എന്ന് പറയുമ്പോൾ 75. 75 × 10⁻⁹ എന്ന് വരും. 10⁻³ മുകളിൽ പോകുമ്പോൾ 10⁻+3 ആവും. 10⁻+6 × +3 10⁻⁹. അപ്പോൾ ഇവിടെ ന്യൂട്ടൺ ക്യാപിറ്റൽ ആക്കണം. 10⁻⁹ ന്യൂട്ടൺ m², ന്യൂട്ടൺ m⁻⁻². So 75 × 10⁻⁹ Nm/m² is the answer. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഐഡിയ മാത്രം ഉണ്ടായാൽ മതി. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിന്റെ സ്ലോപ്പാണ് യങ്സ് മോഡുലസ്, അല്ലെങ്കിൽ യങ്സ് മോഡുലസ് ഇസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാവും. സ്ട്രെസ് y ആക്സിസിലും സ്ട്രെയിൻ x ആക്സിസിലും വരുമ്പോൾ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഗ്രാഫ് വരച്ചാൽ അതിന്റെ y/x ആണ്, വിച്ച് ഈസ് ദി സ്ലോപ്പ്.
ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ സോൾവ് ചെയ്താണ്, നമ്മളതിൽ ചെയ്താണ്, ഒരുപാട് പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. A ball is thrown vertically upwards with a velocity 20 meter per second from the top of a building. The height of the point from where the ball is thrown is 25 meter from the ground. രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. How high will the ball rise? How long will it be before the ball hits the ground? ചോദ്യം, ഒരു ടവറിൻ്റെ, ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് 25 മീറ്റർ ഉയരമുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നൊരു ബോൾ മുകളിലേക്ക് എറിയുന്നു, വീണ്ടും മുകളിലേക്ക് എറിയുന്നു. ഇനീഷ്യൽ വെലോസിറ്റി, എറിയുന്ന ഇനീഷ്യൽ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, എത്ര ഉയരം വരെ ആ ബോൾ പോകും? ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നുള്ളത് പറയാം, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ നിന്നുള്ളത് പറയാം, ഏത് പറഞ്ഞാലും ആൻസർ കറക്റ്റ് ആകും. അതായത് എത്ര ഉയരത്തിൽ ആ ബോൾ എത്തും മാക്സിമം. രണ്ടാമത്തത്, അത് ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്ര സമയം എടുക്കും? അവിടെ നിന്ന് എറിഞ്ഞു കഴിഞ്ഞ ശേഷം ഗ്രൗണ്ടിൽ എത്താൻ എത്ര സമയം എടുക്കും? ഭൂമിയിൽ പതിക്കാൻ എത്ര സമയം എടുക്കും? 3 മാർക്കുണ്ട്, 1.5 മാർക്ക് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത സ്ലൈഡിലാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ എത്രയേ ഉള്ളൂ? 25 മീറ്റർ ഉയരമുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് 20 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ ഒരു കല്ല് മുകളിലേക്ക് എറിയുന്നു. അത് താഴെ എത്താൻ എത്ര സമയം എടുക്കും? എത്ര ഹൈറ്റ് വരെ അത് പോകും? ഇത് രണ്ടുമാണ് ചോദ്യം. സോ ദിസ് ഈസ് ദി പിക്ചർ. x is equal to 0 എന്നുള്ളത് ഞാൻ ഗ്രൗണ്ട് സർഫസിലാണ് എടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, മുമ്പ് സോൾവ് ചെയ്ത് അതേ സ്ലൈഡ് എടുത്ത് ചെയ്യാണ്. സോ വി ചൂസ് ഒറിജിൻ അറ്റ് ദി ഗ്രൗണ്ട് ആൻഡ് വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷൻ ആസ് പോസിറ്റീവ് എക്സ് ആക്സിസ്. അപ്പോൾ ശ്രദ്ധിക്കുക, വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷൻ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആയിട്ടാണ് എടുത്തത്. ഇത് ഏത് രീതിയിലും എടുക്കാം നമുക്ക്. ഒറിജിൻ പല സ്ഥലത്തും ചൂസ് ചെയ്ത് ഈ പ്രോബ്ലം ചെയ്യാം, പല സ്ഥലത്തും അല്ല. ഒറിജിൻ ഈ ബോൾ എറിയുന്ന, അല്ലെങ്കിൽ ഈ സ്റ്റോൺ എറിയുന്ന പോയിന്റ്, അതായത് ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ ഒറിജിൻ സെറ്റ് ചെയ്തിട്ടും പ്രോബ്ലം സോൾവ് ചെയ്യാവുന്നതാണ്. പല മെത്തേഡിലും ചെയ്യാം. ഞാൻ ചൂസ് ചെയ്യുന്നത് സാധാരണ പോലെ, നമ്മൾ ഗ്രൗണ്ട്, ഭൂമിയിൽ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ബോട്ടം ഗ്രൗണ്ട് ലെവൽ ഒറിജിൻ ആയിട്ട് എടുത്തു. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു മുകളിലേക്കുള്ള ഡയറക്ഷനാണ് എക്സിൻ്റെ ഡയറക്ഷനായിട്ട് എടുത്തത്. അപ്പോൾ എറിയുന്ന പോയിന്റ് എന്ന് പറയുന്നത് അവിടെ എക്സ് ഇസ് ഈക്വൽ ടു 25 മീറ്റർ ആയിരിക്കും. അതായത് ഇനീഷ്യൽ വാല്യൂ ഓഫ് x0 ഇസ് ഈക്വൽ ടു 25 മീറ്റർ എന്ന് വരും. സോ x0 ഇസ് ഈക്വൽ ടു 25 മീറ്റർ. എറിയുന്നത് മുകളിലേക്കാണ്. സോ ഇനീഷ്യൽ വെലോസിറ്റി പോസിറ്റീവ് ആണ്. അതുകൊണ്ട് v0 എന്നാണ് ഞാനിപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എടുത്തത്. v0 ഇസ് ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ആണ് കാണേണ്ടത്. ആദ്യത്തെ പാർട്ടാണ് ചെയ്യുന്നത്. ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ്, എവിടെ നിന്നുള്ള ഡിസ്പ്ലേസ്മെന്റ്? ഇതിന്റെ ടോപ്പ് നിന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് കാണാൻ ഉദ്ദേശിക്കുന്നത്. ഏതും എഴുതാം. അപ്പോൾ ഇനീഷ്യലി ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഒറിജിൻ അപേക്ഷിച്ച് ഇനീഷ്യലി ദ ബോൾ ഇസ് എ 25 മീറ്റർ. ഇനീഷ്യൽ ഡിസ്പ്ലേസ് പൊസിഷൻ x0 എന്ന് പറഞ്ഞാൽ 25 മീറ്റർ ആണ്. ഇനി ഈ ബോൾ മാക്സിമം ആയിട്ടിലെത്തുമ്പോൾ അതിന്റെ എക്സ് കോർഡിനേറ്റ്, എക്സിന്റെ വാല്യൂ xm ആണെന്നിരിക്കട്ടെ. xm be the distance from displacement from the top of the building up to which the ball goes up. ഈ ബോൾ, ഈ സ്റ്റോൺ മുകളിലേക്ക് മാക്സിമം എത്തുമ്പോഴുള്ള അതിന്റെ കോർഡിനേറ്റ് എക്സിന്റെ വാല്യൂ xm ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ഇനീഷ്യൽ പൊസിഷൻ ദി ഡിസ്പ്ലേസ്മെന്റ് ഈസ് xm മൈനസ് 25 അല്ലെങ്കിൽ xm മൈനസ് x0. അതാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. ഒന്ന്, അല്ലെങ്കിൽ എക്സം കണ്ടാലും മതി. എക്സം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൗണ്ടിനെ അപേക്ഷിച്ച് ഇതിന്റെ പൊസിഷനാണ്. ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഉയരം വരെ എത്തുന്നതാണ് എക്സം തരുന്നത്. എക്സം മൈനസ് x0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി എറിഞ്ഞ ഹൈറ്റിൽ നിന്ന് എത്ര ഉയരം പോയി എന്നുള്ളതാണ്. വ്യത്യാസം മനസ്സിലായല്ലോ? അപ്പോൾ ഏതും എടുക്കാം. സോ എക്സം മൈനസ് x0 ആണ് ഞാൻ ഇവിടെ എടുത്തത്. എക്സം എന്ന് പറയുന്നത് മാക്സിമം ഹൈറ്റ് എത്തുമ്പോഴുള്ള ഗ്രൗണ്ട് എന്നുള്ള ഉയരമാണ്. എ എന്ന് പറയുന്നത് താഴെ, ജി താഴേക്കാണ്. എ എന്ന് പറയുന്നത് മുകളിലേക്കാണ് ഒബ്ജക്റ്റ് പോകുന്നത്. ആക്സിലറേഷൻ താഴേക്ക് പോകണം. അപ്പം -g ആണ് ആക്സിലറേഷൻ, -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഞാൻ 10 എടുക്കുകയാണ്. g ഈക്വൽ ടു 10 എടുക്കാൻ ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ 10 എടുക്കേണ്ടതില്ല. അതിൽ ഞാൻ 10 ആണ് എടുത്തത്. 10 അല്ലെങ്കിൽ അവിടെ 9.88 ചെയ്യണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ g ഈക്വൽ ടു 10 എന്നെടുത്തു. -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, പ്രോബ്ലം ചെയ്യാൻ തുടങ്ങുകയാണ്. ഇനീഷ്യലി നമ്മൾ തന്നിട്ടുള്ള ഡാറ്റാസ് ഒക്കെ എഴുതി, എന്താണ് കാണേണ്ടത് എന്നുള്ളതിനെ മാത്തമാറ്റിക്കൽ ഫോമിൽ എഴുതി. അത് വളരെ പ്രധാനമാണ് ഇവിടെ. ഇനി ഇക്വേഷൻസ്, കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ് നോക്കണം. കണ്ടെത്തേണ്ടത് എസ് ആണ്. സോ എസിന് നമുക്ക് ആദ്യം തന്നെ നാവിൻ മുമ്പിൽ വരുന്ന ഇക്വേഷൻ എസ് ഇസ് ഈക്വൽ ടു ut പ്ലസ് ½ at² എന്നുള്ള ഇക്വേഷൻ. അപ്പോൾ അത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. ഇനി ഇതിൽ നമ്മളോട് മാക്സിമം ഹൈറ്റ് ആണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമുക്കറിയാം. ഫൈനൽ വെലോസിറ്റി എത്രയായിരിക്കും? 0 ആയിരിക്കും. മാക്സിമം ഹൈറ്റ് വെലോസിറ്റി 0. അപ്പോൾ മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ വെലോസിറ്റി 0 ആയിരിക്കും. സോ വെലോസിറ്റി ഓഫ് ദി ബോൾ ഈസ് ഇൻസ്റ്റന്റേനിയസ്ലി 0. അപ്പോൾ vt എന്ന് പറയുന്നത് 0 ആണ്.
എക്സ് ടി എന്ന് പറയുന്നത് എക്സ് എം ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എക്സ് എം ആകുമ്പോൾ വെലോസിറ്റിയുടെ വാല്യൂ 0 ആയിരിക്കും എന്നർത്ഥം. അപ്പോൾ മാക്സിമം ഹൈറ്റിൽ വെലോസിറ്റി 0 ആണെന്നുള്ള ഇൻഫർമേഷൻ ക്വസ്റ്റ്യനിൽ ടെക്സ്റ്റ് ആയിട്ട് തന്നിട്ടില്ല, പക്ഷെ നമുക്കത് അറിയാം. അതും കൂടി എഴുതണം. സോ നമുക്ക് ഇനി ഡിസ്പ്ലേസ്മെന്റ് കാണാൻ പല ഇക്വേഷനുണ്ട്. ഒന്ന് എസ് ഇസ് ഈക്വൽ, ആദ്യം വരുന്ന ഒരു ഇക്വേഷൻ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. അവിടെ ടൈം കടന്നു വന്നിട്ടുണ്ട്. ആ ടൈം ഇതിൽ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് വരുന്ന മറ്റൊരു ഇക്വേഷന് വേണ്ടി സെർച്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as അല്ലെങ്കിൽ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. റിമെമ്പർ എസ് ആണ് എക്സ് ടി മൈനസ് എക്സ് സീറോ. എപ്പോഴും എസിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാവുന്ന ഇക്വേഷനാണ് എസ് ഇസ് ഈക്വൽ ടു എക്സ് ടി മൈനസ് എക്സ് സീറോ. എക്സ് ടി ഇസ് ദി ഫൈനൽ പൊസിഷൻ, എക്സ് സീറോ ഇസ് ദി ഇനീഷ്യൽ പൊസിഷൻ. സോ എസ് ഇസ് ദി ഡിസ്പ്ലേസ്മെന്റ്. സോ 2as എന്നുള്ള എസിനെയാണ് എഴുതിയത്. വി ടി സ്ക്വയർ മൈനസ് വി സീറോ സ്ക്വയർ. ഓക്കെ, വി സീറോ എന്ന് പറയുന്നത് യു സ്ക്വയർ, വി ടി എന്ന് പറയുന്നത് യു വി, അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ 2a ഇൻറ്റു എസ് എന്നുള്ള ഇക്വേഷൻ തന്നെയാണിത്. അത് ആദ്യം മനസ്സിലാക്കണം. ഇവിടെ ഇത് ഈ ഫോമിൽ എഴുതുകയാണ് സൗകര്യം. ഓക്കെ, അപ്പോൾ എക്സ് എം മൈനസ് എക്സ് സീറോ അല്ലെങ്കിൽ എസ്, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ എസ് ഇസ് ഈക്വൽ ടു വി ടി സ്ക്വയർ മൈനസ് വി സീറോ സ്ക്വയർ ബൈ 2a. വി സീറോ നമുക്കറിയാം, വി ടി സീറോ ആണ്. സോ എക്സ് എം മൈനസ് എക്സ് സീറോ ഇസ് ഈക്വൽ ടു 0 മൈനസ് വി സീറോ എന്ന് പറയുന്നത് 20 ആയിരുന്നു. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിൽ 20 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു -10. ജി എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് -10 ആണ്. 2a എന്നല്ല, 2 -10. സോ മൈനസ് 400/20, ദാറ്റ് ഈസ് 20 മീറ്റർ എന്ന് പറയും. അപ്പോൾ ഇവിടെ നിന്ന് ഈ മാക്സിമം ടവറിൻ്റെ ടോപ്പിൽ നിന്ന് 20 മീറ്റർ ഉയരം വരെ ബോൾ പോകും. ഇനി ഗ്രൗണ്ടിൽ നിന്ന് എത്ര പോകും? ഗ്രൗണ്ടിൽ നിന്നുള്ളത് കാണണമെങ്കിൽ എക്സ് എം കാണണം. ദാറ്റ് ഈസ് എക്സ് സീറോ പ്ലസ് 20. എക്സ് സീറോ എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ 25 പ്ലസ്, അതായത് ടവർ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് 25 മീറ്റർ ആണ്. അവിടെ നിന്ന് അങ്ങോട്ട് 20 മീറ്റർ ബോളിലേക്ക് പോകുന്ന പറഞ്ഞാൽ ഗ്രൗണ്ടിൽ നിന്ന് 45 മീറ്റർ ഉയരത്തിലെത്തും ഈ ബോൾ. ഇപ്പോൾ രണ്ടും പറയാം, ഏതായാലും കുഴപ്പമില്ല. ഏതാണെന്ന് സ്പെസിഫിക് ആയിട്ട് പറയാം, എത്ര ഉയരത്തിൽ പോകുന്നേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് ഗ്രൗണ്ടിനെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി 45 മീറ്റർ ഫ്രം ദി ഗ്രൗണ്ട് ആൻഡ് ദി മാക്സിമം ഹൈറ്റ് ഇറ്റ് റീസസ് വിൽ ബി 45 മീറ്റർ ഫ്രം ദി ഗ്രൗണ്ട് ഓർ ഇറ്റ് വിൽ ബി 20 മീറ്റർ ഫ്രം ദി ടോപ്പ് ഓഫ് ദി ബിൽഡിംഗ്. ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്ന് 20 മീറ്റർ. ഇത് നന്നായിട്ട് മനസ്സിലാക്കി ചെയ്യേണ്ട പ്രോബ്ലമാണ്. ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ. ഞാൻ തന്നെ ക്ലാസ് എടുത്ത് വന്ന ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. പല രീതിയിലും ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ പാർട്ട് കഴിഞ്ഞു. സോ ബാൾ വിൽ റൈസ് അപ് ടു 20 മീറ്റർ ഫ്രം ദി ടോപ്പ് ഓഫ് ബിൽഡിംഗ് ഓർ 45 മീറ്റർ എബവ് ഗ്രൗണ്ട്. ഇനി ബി ചെയ്യാൻ പോവാണ്. ബിയിൽ എന്താ കണ്ടെത്താൻ പറഞ്ഞാൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. അതായത് ടൈം ടേക്കൺ, തിരിച്ചെത്താനുള്ള ടൈം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. ബിയിൽ ഈ എക്സ് സീറോ 25 മീറ്റർ ആണ്, വി സീറോ 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതൊക്കെ നമുക്കറിയാം. എക്സ് ടി 0 ആണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ബി എന്ന് പറഞ്ഞാൽ ഈ ബോൾ തിരിച്ച് ഗ്രൗണ്ടിലെത്തണം. ഗ്രൗണ്ടിലെത്തുമ്പോൾ അതിൻ്റെ ഫൈനൽ പൊസിഷൻ എത്രയായി? 0 ആയി. സോ ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് 0. ഇനീഷ്യൽ പൊസിഷൻ എത്രയാണ്? 25 മീറ്റർ. എക്സ് ടി ഈക്വൽ ടു 0, എ ഈക്വൽ ടു -g, -10, ടി ഈക്വൽ ടു എന്താ? ടി ആണ് കണ്ടെത്തേണ്ടത്. എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എക്സ് ടി മൈനസ് എക്സ് സീറോ ആണ് നമുക്കറിയാം. അത് -25 മീറ്റർ ആണ്. കാരണം എക്സ് ടി 0 ആണ് നമുക്കറിയാം, എക്സ് സീറോ 25 ആണ്. ശ്രദ്ധിക്കുക, എക്സ് ടി 0 ആണ്, എക്സ് സീറോ 25 ആണ്. ഇവിടെ നിന്നാണ് കല്ല് എറിഞ്ഞത്. അപ്പോൾ എക്സ് സീറോ ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്നാണ് കല്ല് എറിഞ്ഞത്. ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് ബിൽഡിങ്ങിൻ്റെ ടോപ്പിൻ്റെ എക്സ് വാല്യൂ ആണ്. അത് 25 മീറ്റർ ആണ്. ഗ്രൗണ്ടിലാണ് ഒറിജിൻ വെച്ചത്. സോ എക്സ് സീറോ ഇസ് ഈക്വൽ ടു 25 മീറ്റർ. തിരിച്ച് കല്ല് ലാസ്റ്റ് ചെന്ന് വീഴുന്നത് എവിടെയാണ്? ഏതുവരെയുള്ള ടൈമാണ്? കല്ല് ഗ്രൗണ്ടിലെത്തുന്നവരെയാണ്. കല്ല് ഗ്രൗണ്ടിലെത്തുമ്പോൾ ഉള്ള ടൈം എന്ന് പറയുന്നത് പൊസിഷൻ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 ആണ്, എക്സ് 0. അപ്പോൾ എക്സ് ടി ഫൈനൽ പൊസിഷൻ ഈസ് 0. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞാൽ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. സോ ഫൈനൽ പൊസിഷൻ 0 മൈനസ് ഇനീഷ്യൽ പൊസിഷൻ 25 മീറ്റർ എന്ന് പറഞ്ഞാൽ -25 മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഈ സൈൻ മാറാൻ പാടില്ല. ഓക്കെ, ഇത് നോക്കി മനസ്സിലാക്കുക ഓരോന്നും. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് തെറ്റിക്കുന്ന കുട്ടികൾ. അപ്പോൾ എക്സ് ടി മൈനസ് എക്സ് സീറോ ഇസ് ഈക്വൽ ടു -25 മീറ്റർ എന്ന് കിട്ടും. അത് നമ്മുടെ കയ്യിൽ എസ് ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് എസ് ഉണ്ട്, ആക്സിലറേഷൻ ഉണ്ട്, ടൈം നമുക്ക് കണ്ടെത്തണം, ഇനീഷ്യൽ വെലോസിറ്റിയും ഉണ്ട്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റിയും ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെന്റും ടൈമും മാത്രം വരുന്ന ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം വേണം. അതാകുമ്പോൾ നമുക്ക് ടൈം കണ്ടെത്താൻ പറ്റും. സോ അങ്ങനെയുള്ള ഒരു ഇക്വേഷൻ, ഒരേ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ആ എസിനെ ഞാൻ എക്സ് ടി മൈനസ് എക്സ് സീറോ എന്ന് എഴുതിയത്. എക്സ് ടി മൈനസ് എക്സ് സീറോ ഇസ് ഈക്വൽ ടു വി സീറോ ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. യുവിന് പകരം ഈ സ്ലൈഡിൽ ഞാൻ വി സീറോ എന്നാണ് ഉപയോഗിച്ചത്. യു എന്ന് പറയുന്നത് വി സീറോ, എക്സ് എന്ന് പറയുന്നത് എപ്പോഴും എക്സ് ടി മൈനസ് എക്സ് സീറോ. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ കിട്ടി. വെരി സിമ്പിൾ. വേറെ ഇക്വേഷൻ ഒന്നും അങ്ങനെ കണക്ട് ചെയ്യുന്നില്ല. ഇത് ആക്സിലറേഷൻ, ഡിസ്പ്ലേസ്മെന്റ്, ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ടൈം.
അത് 4 കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആയിരിക്കണം. അപ്പോൾ നമുക്കതിൽ ടൈം ഒഴികെ എല്ലാം അറിയാം. അപ്പോൾ ടൈം അതിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഐഡിയ. അങ്ങനെയാണ് ഞാൻ ഇക്വേഷനിൽ എത്തിപ്പെടുന്നത്. ഓക്കെ, സോ എക്സ് ടി ഈസ് ഈക്വൽ ടു x0 പ്ലസ് v0t പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എക്സ് ടി എന്ന് പറയുന്നത് 0, x0 എന്ന് പറയുന്നത് 25 പ്ലസ് v0 എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ്. ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് 20t മൈനസ് ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു ടി സ്ക്വയർ. ഇനി ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് റീഅറേഞ്ച് ചെയ്തൊക്കെ എഴുതുമ്പോൾ -5t സ്ക്വയർ, ഇത് -5t സ്ക്വയർ പ്ലസ് 20t പ്ലസ് 25 ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. അല്ലെങ്കിൽ -t സ്ക്വയർ 5 കൊണ്ട് ഹരിക്കുക, -t സ്ക്വയർ പ്ലസ് 4t പ്ലസ് 5 ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇക്വേഷനെ ചെറുതാക്കി കൊണ്ടുവരിക. ഇനി ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ടി സ്ക്വയർ ടൈം ഒക്കെ പോസിറ്റീവ് ആക്കുക. അപ്പോൾ ടി സ്ക്വയർ മൈനസ് ഒരു മൈനസ് കൊണ്ട് കുടിച്ചാൽ ടി സ്ക്വയർ മൈനസ് 4t മൈനസ് 5 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നിങ്ങൾക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. സോ യു ഹാവ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ അത് സോൾവ് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്കറിയാം. ഒന്ന് -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac/2a വെച്ച് ചെയ്താൽ മതി. അപ്പോൾ ആൻസർ കിട്ടും. ഞാനിപ്പോൾ ഇതിനൊന്ന് ഫ്രാക്ടറൈസ് ചെയ്തിട്ട് 2 ഘടകങ്ങളാക്കി ഗുണിച്ചെഴുതിയിട്ട് ചെയ്യുന്നതാണ്. ടി സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് 4x മൈനസ് 5നെ നമ്മൾക്ക് x മൈനസ് 5 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് എഴുതാം. അല്ലെങ്കിൽ ടി സ്ക്വയർ മൈനസ് 4t മൈനസ് 5നെ ടി മൈനസ് 5 ഇൻറ്റു ടി പ്ലസ് 1 എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ ടി മൈനസ് 5 ഇൻറ്റു ടി പ്ലസ് 1 ഷുഡ് ബി ഈക്വൽ ടു 0 എന്ന് എഴുതാം. ടി മൈനസ് ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ ടി സ്ക്വയർ, പിന്നെ ഒരു -5t, പിന്നെ ഒരു പ്ലസ് 1t വരും. -5ഉം പ്ലസ് 1ഉം വരുമ്പോൾ -4t, പിന്നെ -5 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ -5. ഈ ടേം ഒക്കെ വരും. അപ്പോൾ ഇത് തന്നെയാണിത്. ഇനി നോക്കൂ, ടി -5 ഇൻറ്റു ടി പ്ലസ് 1 0 ആകണമെങ്കിൽ 2 സാധ്യതകളുണ്ട്. ഒന്നെങ്കിൽ ടി ഈക്വൽ ടു 5 ആയാലും 0 ആവും, അല്ലെങ്കിൽ ടി ഈക്വൽ ടു -1 ആയാലും 0 ആവും. ഇതിങ്ങനെ ചെയ്യണമെന്നില്ല. ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കാൻ പ്രയാസമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ചെയ്യാനൊരു ടെക്നിക്ക് നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ട് ഞാനിപ്പോൾ പറയുന്നില്ല. പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ടും സം ഓഫ് ദി റൂട്ടും നോക്കിയിട്ട് ചെയ്യുന്നതാണ്. ചില കേസിൽ അത് കറക്റ്റ് കിട്ടും. അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ നേരെ ഇക്വേഷനിലേക്ക് പോകും. -b റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ഓൾ ഡിവൈഡഡ് ബൈ 2a എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് ചെയ്താൽ 2 വാല്യൂസും കിട്ടും. നിങ്ങൾക്ക് തെറ്റാതെ കിട്ടും. ആ റൂട്ട് ചെയ്യുമ്പോൾ തെറ്റരുതെന്ന് മാത്രം. അപ്പോൾ ഇഫ് ടി ഈക്വൽ ടു 5 ആകാം, അല്ലെങ്കിൽ ടി ഈക്വൽ ടു -1. പക്ഷേ ടി ഈക്വൽ ടു -1 സെക്കൻഡ് പോസിബിൾ അല്ല. കാരണം നമ്മുടെ മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ടി ഈക്വൽ ടു 0-യിലാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക്വേർഡിലുള്ള ടൈം നമ്മൾക്ക് ഈ പ്രോബ്ലത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് നമുക്ക് അക്സെപ്റ്റബിൾ അല്ല. സോ ദ ഓൺലി സൊല്യൂഷൻ സ്യൂട്ടബിൾ ഫോർ അവർ പ്രോബ്ലം മീൻസ് ടി ഈക്വൽ ടു 5 സെക്കൻഡ്. അപ്പോൾ നമുക്ക് ആ ടൈം 5 സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, ടൈം ടി ഈക്വൽ ടു 5 സെക്കൻഡ്. അപ്പോൾ അങ്ങനെ ആൻസർ കിട്ടി. സോ ടൈം ടി ഈക്വൽ ടു 5 സെക്കൻഡ്. ഇത് പല പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചൊരു പ്രോബ്ലമാണ്. ഇനി ഇതേ പ്രോബ്ലം ചില ആളുകൾ അപ്വേർഡ് മോഷൻ ഒരു പാർട്ടും പിന്നെ ഡൗൺവേർഡ് മോഷൻ ഒരു പാർട്ടുമായിട്ട് ആദ്യം അപ്വേർഡ് മോഷനുള്ള ടൈം കാണും, എന്നിട്ട് അതിനെ 2 കൊണ്ട് ഗുണിച്ച് ഡൗൺവേർഡിനുള്ള മൊത്തം ടൈം കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ദാറ്റ് ഈസ് വൺ മെത്തേഡ്. അങ്ങനെയും ചെയ്യാം. ഇതാകുമ്പോൾ ഡയറക്റ്റ് ആ ഇക്വേഷനിൽ വാല്യൂസ് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ആൻസർ കിട്ടും. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇതുവരെ ചെയ്തതിൽ കുറച്ചെങ്കിലും ഒന്ന് ചിന്തിച്ച് ചെയ്യേണ്ട, അനലൈസ് ചെയ്ത് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ. നന്നായിട്ട് ചെയ്ത് പഠിക്കുക. മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കൂട്ടോ. ഇതൊക്കെ ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രോബ്ലംസ് ആണ് ഈ പറയുന്നതൊക്കെ. എത്ര മാർക്കിനായി എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുന്നുണ്ടോ? അപ്പോൾ പ്രോബ്ലംസ് വരുന്നുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല, നന്നായിട്ട് വരുന്നുണ്ട്. Okay, an elevator carrying maximum load of 1800 kg in textbook ഉള്ള പ്രോബ്ലം ആണ്. is moving up with a constant speed of 2 meter per second. The frictional force opposing the motion is 4000 Newton. Determine the minimum power delivered by the motor to the elevator. Express your above answer in horsepower. Horsepower എഴുതുന്നതിന് ഒരു മാർക്ക് ഉണ്ട്. പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് 2 മാർക്ക്. എലവേറ്റർ എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ്, ഒരു ലിഫ്റ്റാണ്. മാക്സിമം 1800 കിലോഗ്രാം ആണ് ആ ലിഫ്റ്റിന് താങ്ങാവുന്ന കപ്പാസിറ്റി. അപ്വേർഡ് ഡയറക്ഷൻ ലിഫ്റ്റ് മൂവ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ 2 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള വെലോസിറ്റിയിലാണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് തന്നിട്ടുണ്ട് 4000 ന്യൂട്ടൺ. വെലോസിറ്റിയും തന്നിട്ടുണ്ട് 2 മീറ്റർ പെർ സെക്കൻഡ്. കാണാൻ പറഞ്ഞിട്ടുള്ളത് മിനിമം പവർ ഡെലിവേർഡ് ബൈ ദി മോട്ടർ ടു ദി എലവേറ്റർ.
അപ്പോൾ ഒരു മോട്ടർ തിരിഞ്ഞിട്ടാണ് ഈ ആളുകളെ ലിഫ്റ്റ് മുകളിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ട പവർ കൊടുക്കുന്നത് മോട്ടറാണ്. ആ മോട്ടർ കൊടുക്കേണ്ട മിനിമം പവർ എത്രയായിരിക്കും? മിനിമം പവർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മോട്ടറിന്റെ മുഴുവൻ പവറും ലിഫ്റ്റിന് അപ്വേർഡായിട്ട് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നു. 100% എഫിഷ്യൻസി ഓഫ് ട്രാൻസ്ഫർ ഉണ്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഒന്ന്, ഈ ലിഫ്റ്റിനെ ഈ 2 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ മുകളിലേക്ക് കൊണ്ടുപോകാൻ എത്ര പവർ വേണം, അത് കാൽക്കുലേറ്റ് ചെയ്താൽ അത്രയും പവർ മോട്ടർ കൊടുക്കണം. അപ്പോൾ അതാണ് പ്രോബ്ലം ഈസ് ഫൈൻഡ് ദി പവർ റിക്വയർഡ് ടു മൂവ് ദിസ് ലിഫ്റ്റ് with maximum load with velocity 2 meter per second in the upward direction. അപ്പോൾ ഇതിൽ നമ്മൾ അപ്വേർഡ് ഡയറക്ഷനിൽ ഇതിനെ കൊണ്ടുപോകണമെങ്കിൽ എത്ര ഫോഴ്സ് കൊടുക്കണം? അപ്പോൾ 1800 കിലോഗ്രാം ആണ് മാക്സിമം ലോഡ്. അപ്പോൾ മാക്സിമം ലോഡുള്ള കണ്ടീഷനിൽ 1800 കിലോഗ്രാം ഉണ്ടാവും ലിഫ്റ്റിൻ്റെയും ആളുകളുടെയും ഒക്കെ ഭാരം. അപ്പോൾ ആ 1800 കിലോഗ്രാമിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന് ലിഫ്റ്റ് ചെയ്യാൻ എത്ര ഫോഴ്സ് കൊടുക്കണം? അത് കൊടുത്താലാണ് സാധാരണഗതിയിൽ ലിഫ്റ്റ് മുകളിലേക്ക് പോവുക. പക്ഷേ ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ഫ്രിക്ഷണൽ ഫോഴ്സ് 4000 ന്യൂട്ടൺ അതിനെ എതിർക്കുന്നുണ്ട്. അപ്പോൾ ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെ കൂടി അതിജയിക്കാനുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ 1800 കിലോഗ്രാമിന് കറണ്ട് വെയിറ്റ് പ്ലസ് 4000 ന്യൂട്ടൺ കൊടുത്താൽ മാത്രമേ, മോട്ടോർ കൊടുത്താൽ മാത്രമേ ലിഫ്റ്റ് മുകളിലേക്ക് പോവുകയുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കണം. സോ നെറ്റ് അപ്വേർഡ് ഫോഴ്സ് നീഡഡ് ടു മൂവ് ലിഫ്റ്റ് വിത്ത് കോൺസ്റ്റന്റ് ഫോഴ്സ് അല്ല, കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ്. സോറി, so the net upward force needed to move lift with constant velocity. കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മുകളിലേക്ക് പോകണമെങ്കിൽ കൊടുക്കേണ്ട മിനിമം അപ്വേർഡ് ഡയറക്ഷനിൽ കൊടുക്കേണ്ട ഫോഴ്സ് ഒന്ന് വെയിറ്റ് പ്ലസ് കൈനറ്റിക് ഫ്രിക്ഷൻ. ആ 1800 കിലോഗ്രാം എന്ന് പറയുന്ന വെയിറ്റ് താഴേക്ക് ഉണ്ടാവും, അതിനെ തള്ളണം. അങ്ങനെ തള്ളുമ്പോൾ എതിരിൽ വരുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് 4000 ന്യൂട്ടൺ ഉണ്ട്, അതിനെയും കൂടി ഓവർകം ചെയ്യണം. സോ ദിസ് വെയിറ്റ് പ്ലസ് ഫ്രിക്ഷണൽ ഫോഴ്സ് കൊടുക്കണം. അപ്പോൾ ഇത് ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 1800 കിലോഗ്രാം ഇൻറ്റു 9.8 ആണ്. അപ്പോൾ അത് 17,640 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് പ്ലസ് ദിസ് 4000 ഇത് ചെയ്താൽ 17,640 പ്ലസ് 4000 ചെയ്താൽ 21,640 കിട്ടും. അതാണ് ആകെ മോട്ടർ മോട്ടറല്ല ആകെ അപ്വേർഡായിട്ട് കിട്ടേണ്ട മിനിമം ഫോഴ്സ്. ഇത്രയും ഫോഴ്സ് കിട്ടണം, എന്നാലേ ലിഫ്റ്റ് മുകളിലേക്ക് പോവുന്നുള്ളൂ. ഇനി അങ്ങനെ പോകുമ്പോൾ ലിഫ്റ്റ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി v ആണെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, പവറിനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, P is equal to F dot V എന്ന്. പവർ P equal to F dot V. അപ്പോൾ ലിഫ്റ്റ് ഫോഴ്സ് മുകളിലേക്കാണ്, ലിഫ്റ്റ് പോകുന്നത് മുകളിലേക്കാണ്. അപ്പോൾ എഫും വിയും ഒരേ ഡയറക്ഷനിലാണ്. എഫും വിയും തമ്മിലുള്ള ആംഗിൾ 0 ആണ്. സോ ഫോഴ്സ് ഇൻറ്റു വി വെലോസിറ്റി ഇൻറ്റു കോസ് 0 എന്ന് പറഞ്ഞാൽ എഫ് ഇൻറ്റു വി തന്നെ വരും. സോ പവർ P is equal to F ഇൻറ്റു വി എന്ന് വരും. V is the velocity. F is the net force, upward ഡയറക്ഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട അല്ലെങ്കിൽ മോട്ടർ അപ്ലൈ ചെയ്യേണ്ട ടോട്ടൽ ഫോഴ്സ്. അപ്പോൾ വർക്ക് പവർ എന്ന് പറയുന്നത് എഫ് ഇൻറ്റു വി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് ആ ഇക്വേഷൻ ഉപയോഗിച്ച് 21,640 ഇൻറ്റു 2 43,250 വാട്ട്സ് എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദി ആൻസർ, 43,250 വാട്ട്സ്. ഈ ഇക്വേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് പലപ്പോഴും കുട്ടികൾക്ക് ഓർമ്മ ഉണ്ടാവാറില്ലാത്തൊരു ഇക്വേഷനാണ്. പവറിന് ഇങ്ങനെ ഒരു ഇക്വേഷൻ, പവർ ആണ് എല്ലാവരും വർക്ക് ബൈ ടൈമിലേക്ക് പോകും. പവറിന് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി, അല്ലെങ്കിൽ എഫ് ഡോട്ട് വി ആണ്. ആക്ച്വലി നിങ്ങൾക്ക് ചെയ്യാനുള്ള പ്രോബ്ലത്തിലൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും, ആംഗിൾ 0 ഉള്ളതായിരിക്കും തരും അധികം. ഇല്ലെങ്കിൽ എഫ് ഇൻറ്റു വി ഇൻറ്റു കോസ് തീറ്റ. നോർമലി ഇറ്റ് ഈസ് എഫ് ഡോട്ട് വി എഫ് ഇൻറ്റു വി. ഈ ഇക്വേഷൻ പലപ്പോഴും പ്രോബ്ലത്തിൽ ഇത് ആവശ്യം ഉണ്ടാവും. ഇതറിയാതിരുന്നാൽ ഇത് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, 43,250 വാട്ട്സ് ആണ് ഈ പവർ മോട്ടർ ഡെലിവർ ചെയ്യുന്ന പവർ. ഇനി അതിനെ ഹോഴ്സ് പവറിൽ എക്സ്പ്രസ് ചെയ്യണം. ഒരു HP എന്ന് പറയുന്നത് 746 വാട്ട്സ് ആണ്. സോ P എന്ന് പറയുന്നത് 43,250 വാട്ട്സ്, 43,250 ബൈ 746 HP, അറൗണ്ട് 58 HP വരും ഹോഴ്സ് പവർ. അപ്പോൾ മോട്ടർ 58 HP മുകളിൽ പവറുള്ള മോട്ടർ ആയിരിക്കണം. മനസ്സിലായല്ലോ? 58 HP മുകളിൽ പവറുള്ള മോട്ടർ ഉണ്ടായാലേ ആ ലിഫ്റ്റ് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. 58 HP ഉണ്ടായാലും പറ്റൂല, കാരണം 100% എഫിഷ്യൻസി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് അതിൽ കുറെ കൂടുതൽ വേണ്ടി വരും. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എന്തെങ്കിലും മനസ്സിലാവായിട്ടുണ്ടെങ്കിൽ പറയണേ. നിങ്ങൾക്ക് പോയിന്റ്സ് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ പറയുന്ന
ഏതെങ്കിലും സ്റ്റെപ്പ് എങ്ങനെ വന്നു എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് ക്ലിയർ ചെയ്ത് പോകണം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തെർമോഡൈനാമിക്സിലെ ഒരു പ്രോബ്ലമാണ്. ഈ പ്രോബ്ലത്തിൽ ചെറിയൊരു ഭാഗം ഫോക്കസ് ഏരിയയുടെ പുറത്തേക്ക് പോയിട്ടുണ്ട്, ബാക്കിയൊക്കെ ഫോക്കസ് ഏരിയ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യാണ്. സോ ഇൻ ദി ഗിവൺ ഡയഗ്രാം T1 is equal to 900 Kelvin, T2 is equal to 300 Kelvin, Q1 is equal to 6400 joule per cycle. Q2 കാണാനാണ്. Q1, T1, T2 തന്നിട്ടുണ്ട്, Q2 കാണാൻ. അപ്പോൾ ഈ ആദ്യം ചിത്രം നോക്കുക. ഇതെന്താണ്? ഒരു ഹോട്ട് റിസർവോയറിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്ന പുറത്തേക്ക്. സിസ്റ്റം ഡസ് വർക്ക് ആൻഡ് റിമൈനിങ് ഹീറ്റ്, സം ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് Q2 is dumped into cold reservoir. അത് ഹീറ്റ് എഞ്ചിൻ്റെ രൂപമാണ്. ഹോട്ട് ബോഡിയിൽ നിന്ന് ഹീറ്റ് സ്വീകരിച്ചിട്ട് വർക്ക് ചെയ്തിട്ട് ബാക്കി അല്പം ഹീറ്റ് കോൾഡ് റിസർവോയറിലേക്ക് തള്ളുന്ന പ്രവർത്തനം ചെയ്യുന്നതാണ് ഹീറ്റ് എഞ്ചിൻ. അപ്പോൾ ദിസ് ഈസ് എ ഹീറ്റ് എഞ്ചിൻ. വി അസ്യൂം ദാറ്റ് ദിസ് ഈസ് എ ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ വിച്ച് ഈസ് കാൾഡ് എ കാർനോട്ട് എഞ്ചിൻ. അപ്പോൾ നിങ്ങൾ ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസിക്കുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ പഠിച്ച ഇക്വേഷൻ്റെ പുറമെ ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസിക്ക് ഒരു ഇക്വേഷനും കൂടിയുണ്ട്. അത് രണ്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾ T1 എന്ന് പറയുന്നത് ഹോട്ട് റിസർവോയറിൽ 900 കെൽവിൻ, T2 എന്ന് പറയുന്നത് 300 കെൽവിൻ, Q1 എന്ന് പറയുന്നത് 6400 ജൂള്, Q2 ആണ് കാണേണ്ടത്. ഓക്കെ, സോ എഫിഷ്യൻസിക്ക് നിങ്ങൾ പഠിച്ചൊരു ഇക്വേഷൻ 1 - Q2/Q1. തെർമോഡൈനാമിക്സിൽ നിങ്ങൾ പഠിക്കാനുള്ള ഫോക്കസ് ഏരിയയിലുള്ളതാണ്. 1 - Q2/Q1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് എഫിഷ്യൻസി. നിങ്ങൾക്ക് അറിയണം. ഇതിനെ തിരിച്ചെഴുതിയാൽ Q1 - Q2/Q1 ആണ്. ഇനി ഇതേപോലെ എഫിഷ്യൻസിക്ക് മറ്റൊരു ഇക്വേഷനും കൂടി കിട്ടും. 1 - T2/T1. റിമെമ്പർ 1 - T2/T1. T2 എന്ന് പറയുന്നത് Q2 എന്ന് പറയുന്ന ഹീറ്റ് എവിടെ നിന്നാണോ എടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ട റിസർവോയറിന്റെ ടെമ്പറേച്ചർ. T1 എന്ന് പറയുന്നത് Q1 ഹീറ്റ് തള്ളുന്ന ആ റിസർവോയറിന്റെ ടെമ്പറേച്ചർ. അപ്പോൾ T2 എന്ന് പറയുന്നത് കോൾഡ് റിസർവോയറും T1 എന്ന് പറയുന്നത് ഹോട്ട് റിസർവോയറും ടെമ്പറേച്ചറാണ് അത്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്താൽ T2/T1 is equal to Q2/Q1 എന്ന് എഴുതാം. ഇത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. T2/T1 is equal to Q2/Q1. ഇനി ഞാൻ ഐഡിയൽ എഞ്ചിൻ, യഥാർത്ഥത്തിൽ ഒരു കാർനോട്ട് എഞ്ചിനാണ്. കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്ന ഒരു ഐഡിയൽ എഞ്ചിനുള്ളതാണ്. ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. T2/T1 is equal to Q2/Q1. ഇനി കാണാലോ, T2 ഉണ്ട്, T1 ഉണ്ട്, Q1 ഉണ്ട്. Q2 കണ്ടാൽ മതി. സോ ദ ക്വസ്റ്റ്യൻ ഈസ് വെരി ഈസി. ഈ ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഈ എഫിഷ്യൻസിക്കൽ ഇക്വേഷൻ ഇത് മാത്രം അറിഞ്ഞാൽ ഈ പ്രോബ്ലം ചെയ്യാൻ കഴിയില്ല. പക്ഷെ അതിൻ്റെ കൂടെ ഇതും കൂടി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസിക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഒന്ന് 1 - Q2/Q1, മറ്റൊന്ന് 1 - T2/T1. ഇനി ഇവിടെ ഏതാണ് മുകളിൽ ഏതാണ് താഴെ എന്ന് വല്ല കൺഫ്യൂഷനും വന്നാൽ വലിയ ക്വാണ്ടിറ്റി ആയിരിക്കും എപ്പോഴും താഴെ വരിക. കാരണം 1 - ഒരു പോസിറ്റീവാണ്. അപ്പോൾ ഇത് Q2/Q1 ആയാലും T2/T1 ആയാലും അത് 1 ചെറുതായിരിക്കണം. എഫിഷ്യൻസി എന്ന് പറയുന്നത് മാക്സിമം എഫിഷ്യൻസി വാല്യൂ 1 വരും, 100%. 1 കുറവായിരിക്കും സാധാരണ എഫിഷ്യൻസി. അപ്പോൾ 1 - ഇവിടെ വരേണ്ട ഒരു പോസിറ്റീവ് 1 കുറഞ്ഞൊരു നമ്പർ വരണം. അപ്പോഴത് പോസിറ്റീവ് ആയിട്ടുള്ള 1 കുറവായിട്ടുള്ള ഒരു ഫൈനൽ എഫിഷ്യൻസി കിട്ടും. അപ്പോൾ മുകളിലുള്ള ആൾക്ക് അപ്പോൾ T2 ആണോ T1 ആണോ T1 ആണോ ചോദിച്ചാൽ ഇവിടെ വരേണ്ടത് മുകളിൽ കൊടുക്കേണ്ടത് 300 കെൽവിനും താഴെ 900 ആണെന്ന് ഉറപ്പാണ്. അത് തെറ്റിക്കാണ്ടിരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് Q2 എന്ന് പറഞ്ഞാൽ Q2 ആണ് കാണേണ്ടത്. Q1 × T2/T1. Q1 6400 × 300/900. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ ഹീറ്റ് എഞ്ചിൻ്റെ പ്രോബ്ലത്തിൽ ഈ പറഞ്ഞ 1 - T2/T1 ചെയ്യുമ്പോൾ ദിസ് ടെമ്പറേച്ചർ ഷുഡ് ബി ഇൻ കെൽവിൻ. ഡിഗ്രി സെൽഷ്യസിലാണ് തന്നെങ്കിൽ യു ഷുഡ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു കെൽവിൻ. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കുട്ടികൾ സാധാരണ നമ്മൾ പല ഫിസിക്കൽ ക്വാണ്ടിറ്റീസും റേഷ്യോ വരുമ്പോൾ ഏത് യൂണിറ്റിലായാലും കുഴപ്പമില്ല, അത് ക്യാൻസൽ ചെയ്ത് പോയിക്കോളും എന്ന് പറയും. അതേ ഐഡിയ വെച്ചിട്ട് ഉദാഹരണത്തിന് 2 സെൻറ്റിമീറ്ററിലുള്ള ലെങ്ത്തുകളുള്ള റേഷ്യോ കാണാൻ, ഇപ്പോൾ സ്ട്രെയിൻ കാണാൻ ΔL/L. ΔL-ഉം L-ഉം സെൻറ്റിമീറ്ററിലാണെങ്കിൽ ΔL/L ചെയ്യുമ്പോൾ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. പക്ഷെ അതുപോലെയല്ല T2 എന്ന് പറയുന്നത് ഇത് കെൽവിനിൽ തന്നെ ആയിരിക്കും. ഡിഗ്രി സെൽഷ്യസിലിട്ട് റേഷ്യോ കണ്ടാൽ തെറ്റിപ്പോകും. ബിക്കോസ് ഡിഗ്രി സെൽഷ്യസും കെൽവിനും തമ്മിലുള്ള കൺവേർഷൻ മൾട്ടിപ്ലിക്കേഷനിലൂടെ അല്ല, ഒരു അഡീഷനിലൂടെയാണ് അല്ലെങ്കിൽ സബ്ട്രാക്ഷനിലൂടെയാണ്. അപ്പോൾ T2/T1 എന്ന് പറയുന്ന ഈ ഇക്വേഷൻ 1 - T2/T1 എന്ന എഫിഷ്യൻസിയുടെ ഇക്വേഷനിൽ ദിസ് T2 and T1 ഷുഡ് ബി ഇൻ കെൽവിൻ. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ T2/T1 കെൽവിനിൽ തന്നെ ചെയ്യണം. ഇത് ഹീറ്റ് എഞ്ചിനുമായി ബന്ധപ്പെട്ട പ്രോബ്ലത്തിലൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ 2133.3 ജൂൾ പെർ സൈക്കിൾ എന്ന് കിട്ടും.
Again, this is a simple question. ഈ ഒരു ഒറ്റ ഭാഗം മാറ്റി നിർത്തിയാൽ ഇത് നിങ്ങളുടെ ഫോക്കസ് ഏരിയയുടെ പുറത്തുള്ളൊരു ഇക്വേഷൻ ആണെന്ന് തോന്നുന്നു. 1 മൈനസ് T2/2. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പ്രധാനമായിട്ടും എല്ലാ വർഷവും വളരെ ഇമ്പോർട്ടൻ്റ് ആയി പഠിപ്പിക്കുന്ന ഒരു റിലേഷനാണ്, ഡിറൈവ് ചെയ്തൊക്കെ പഠിപ്പിക്കുന്നതാണ്. 1 മൈനസ് T2/T1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ എഫിഷ്യൻസിക്കുണ്ട്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. എ കാർ ട്രാവലിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 50 km/h ഇസ് ബ്രോട്ട് ടു റെസ്റ്റ് ഇൻ 90 seconds. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി കാർ ബിഫോർ കമ്മിങ് ടു റെസ്റ്റ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അഗൈൻ നമ്മൾ 2018 എത്തിയിട്ടുണ്ട്. ഇംപ്രൂവ്മെന്റ് 2018. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ, എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്, അതുകൊണ്ട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇനീഷ്യൽ വെലോസിറ്റി ആണ് തന്നിട്ടുള്ളത്, ടൈമും തന്നിട്ടുണ്ട്, ഫൈനൽ വെലോസിറ്റി കാണണം, ഡിസ്റ്റൻസും കാണണം അല്ലേ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഫൈൻഡ് ദി ഡിസ്റ്റൻസ്, ടൈം 90 സെക്കൻഡ് തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി കാർ ബിഫോർ കമ്മിങ് ടു റെസ്റ്റ്. ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ അസ്യൂം ചെയ്യുന്നു കാർ സ്ട്രൈറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നത്, എന്നിട്ട് ബ്രേക്ക് ഇട്ടു, എന്നിട്ട് കുറച്ച് സമയം പോയി നിർത്തി. ബട്ട് അവിടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തുല്യമായിരിക്കും, സ്ട്രൈറ്റ് ലൈനിൽ ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇവിടെ കാണേണ്ടത്. മനസ്സിലായല്ലോ. വെലോസിറ്റി 54 km/h ഞാൻ മാറ്റിയപ്പോൾ 15 മീറ്റർ. km/h മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് ഗുണിക്കണം എന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി വെക്കണം സൈഡിലെവിടെയെങ്കിലും. 5/18 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ 15 മീറ്റർ/സെക്കൻഡ് ആയി. ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും, കാരണം കാർ സ്റ്റോപ്പ് ചെയ്തു. ടൈം 90 സെക്കൻഡ് കൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്തത്. എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും? ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം സ്റ്റോപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എത്ര സഞ്ചരിച്ചു? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ് ഇവിടെ കാണേണ്ടത് ശരിക്കും പറഞ്ഞാൽ. ഒന്നുകിൽ അതിൻ്റെ ഡയറക്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കാം, -u²/2a എന്നുള്ള ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഈ v² - u² = 2as എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. ഇവിടെ നോക്കൂ, നമ്മൾ ഫൈനൽ വെലോസിറ്റി അറിയാം, ഇനീഷ്യൽ വെലോസിറ്റി അറിയാം, ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, ടൈം ഉണ്ട്, നമുക്ക് കാണേണ്ടത് ഡിസ്റ്റൻസാണ്. ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യനാണ്, ചിന്തിക്കണം. അപ്പോൾ നമ്മൾ v² - u² = 2as എന്നുള്ള ഇക്വേഷൻ എടുത്തു. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, എന്താണ്? ആക്സിലറേഷൻ അറിയില്ല. അപ്പോൾ നമ്മൾക്ക് കയ്യിലുള്ളത് വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി u, ഫൈനൽ വെലോസിറ്റി v, ടൈമാണ്, കാണേണ്ടത് ഡിസ്റ്റൻസുമാണ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, ടൈം, ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ്, ഈ 4 ആളുകളെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ് നമ്മൾ ഓരോന്നെടുത്ത് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ 4 വരുന്ന ഒരു ഇക്വേഷനാണ്. ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി വരുന്നില്ല, പക്ഷേ ബാക്കിയുള്ളതെല്ലാം വരുന്നത് s = ut + ½ അതിൽ s നമുക്കറിയാം, u നമുക്കറിയാം, അല്ല s നമുക്കറിയില്ല, s ആണ് കാണേണ്ടത്, u അറിയാം, t അറിയാം, പക്ഷേ a അറിയില്ല. അപ്പോൾ എയും എസും അറിയാത്തതാണ്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ഇത് സോൾവ് ചെയ്യാൻ കഴിയില്ല. പിന്നെ മറ്റൊരു ഡിസ്പ്ലേസ്മെന്റും ടൈമും ഒക്കെ വരുന്ന ഒരു ഇക്വേഷൻ v² - u² = 2as ആണ്. അവിടെ v² നമുക്കറിയാം, v അറിയാം, u അറിയാം, എസും എയും അവിടെയും അറിയില്ല. അപ്പോൾ നമ്മൾക്ക് ആ 2 ഇക്വേഷൻ ഉപയോഗിച്ച് ഇത് സോൾവ് ചെയ്യാൻ ഒറ്റ സ്റ്റെപ്പിൽ കഴിയില്ല. ഇനി നമ്മൾ ഇതിൽ മിസ്സിംഗ് ആയിട്ടുള്ള ആളാരാണ്? എന്തും കൂടി കിട്ടിയാൽ അറിയിച്ച് സോൾവ് ചെയ്യാൻ പറ്റുക, എ കൂടി അറിയണം. അപ്പോൾ നമ്മളിതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കേ വഴിയുള്ളൂ. വേറെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് വരുന്ന ഇക്വേഷൻ നമ്മുടെ കയ്യിൽ ഇല്ല. ഓൺലി 2 ഇക്വേഷൻസ് ആർ ദെയർ ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക. ഏതും എടുക്കാം നിങ്ങൾക്ക്. ഞാൻ ഈ ഇക്വേഷൻ ചൂസ് ചെയ്തു, v² - u² = 2as. ഏതെടുത്താലും അതിലൊരു പാരാമീറ്റർ, ഒരു ക്വാണ്ടിറ്റി മിസ്സിംഗ് ആണ്, ഒരു ക്വാണ്ടിറ്റി നമുക്ക് അറിയില്ല. അതായത് 2 ആൾ അറിയാത്തതുണ്ട്. ഇതിലിപ്പോൾ എയും എസും ആണ് അറിയാത്തത്. അതിൽ എസ് നമുക്ക് കാണേണ്ട ആളാണ്, എ അറിയാത്തത് കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയില്ല. s = ut + ½ എടുത്താലും ഇത് തന്നെയാണ് അവസ്ഥ. യു അറിയാം, ടി അറിയാം, പക്ഷേ എ അറിയില്ല, എസ് കാണണം, എസും അറിയില്ല, അതൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ചൂസ് ചെയ്തിട്ട് വേറെ ഇക്വേഷൻ ഉപയോഗിച്ച് എ കണ്ടെത്തി അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് വിൽ ബി ദി നെക്സ്റ്റ് ഐഡിയ. അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ ഇതിങ്ങനെ നോക്കുമ്പോൾ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കരുത്. എ ആണ് ഇവിടെ ഇല്ലാത്തത്. ബട്ട് വി ഹാവ് വൺ മോർ ഇക്വേഷൻ, ദാറ്റ് ഈസ് v = u + 8. ഡിസ്പ്ലേസ്മെന്റ് വരാത്തൊരു ഇക്വേഷൻ ഉണ്ട്, v = u + 8. അതിൽ വെച്ച് നോക്കുമ്പോൾ അതിൽ v നമുക്കറിയാം, u നമുക്കറിയാം, t അറിയാം. സോ വിയും യുയും ടിയും അറിയാവുന്നത് കൊണ്ട് എ ആ ഇക്വേഷൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ v² - u² = 2as നിന്ന് s = v² - u²/2a എന്ന് എഴുതാം. പക്ഷേ ഇത് ഉപയോഗിച്ച് ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എ അറിയില്ല. അപ്പോൾ എ കാൽക്കുലേറ്റ് ചെയ്യാൻ പുതിയൊരു ഇക്വേഷൻ കൊണ്ടുവരണം. അപ്പോൾ അതാണ് v = u + 8 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. ഇതിലെല്ലാം നമ്മുടെ കയ്യിലുണ്ട് എ ഒഴികെ. യു അറിയാം, ടി അറിയാം, വി അറിയാം. അപ്പോൾ a = v - u/t. അപ്പോൾ a = 0 - 15/90, ദാറ്റ് ഈസ് -0.17 m/s². ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വളരെ സിമ്പിളാണെന്ന് തോന്നിപ്പോകും. അത്ര സിമ്പിൾ അല്ല. 2 സ്റ്റെപ്പിലൂടെ ചെയ്യാൻ കഴിയുള്ളൂ. 2 ട്രിക്ക് വേണം, 2 ഇക്വേഷൻസ് വേണം.
അപ്പോൾ യു പ്ലസ് എ ടി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് എ കണ്ടു. ഇനി ഇതിൽ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ബിയും യുയും എയും ഉണ്ട്, അറിയ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ എസ് കിട്ടും, ഈസിയാണ്. എസ് ഇസ് ഈക്വൽ ടു, അപ്പോൾ ഈ ഇക്വേഷൻ നേരെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ -u²/2 എന്നുള്ള ആ ഡയറക്റ്റ് ഇക്വേഷനിൽ ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണ്, എ തന്നിട്ടില്ല. ദാറ്റ് ഈസ് വെരി ക്രൂഷ്യൽ. എ തന്നിട്ടില്ല, ആക്സിലറേഷൻ അറിയില്ല. സോ വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് ആക്സിലറേഷൻ കണ്ടെത്തി, അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ വി ഈസ് 0 മൈനസ് യു എന്ന് പറയുന്നത് 15 m/s, 15² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ എന്ന് പറയുന്നത് ഇവിടെ കിട്ടിയിട്ടുണ്ട് -0.17. അപ്പോൾ 15² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 0.17 എന്ന് വരും. ചെയ്താൽ 61.8 എന്നാണ് കിട്ടുന്നത്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണത്, വാല്യൂ കറക്റ്റ് ആണ്. 661.8 മീറ്റർ. സോ ദിസ് ഈസ് എ ട്രിക്കി ക്വസ്റ്റ്യൻ. ഇത് ചിന്തിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. ഒറ്റ ഫസ്റ്റ് സ്കാനിങ്ങിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉത്തരം കിട്ടൂല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം അവിടെ നിന്ന് ഇട്ടിട്ട് നിങ്ങൾ അറിയുന്ന ബാക്കി എഴുതണം. എന്നിട്ട് ഇത്തരം പ്രോബ്ലംസിലേക്ക് വന്നിട്ട് സമയമെടുത്ത് ആലോചിച്ച് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഇനി ഇതുപോലത്തെ ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ നോക്കൂ, ഇതിൽ എന്തൊക്കെയാണ് തന്നത്, നമുക്ക് ഇക്വേഷനുമായിട്ട് മാച്ച് ആവുന്ന പെർഫെക്റ്റ് ആയിട്ട് തന്നത് വി ഈക്വൽ ടു യു പ്ലസ് എ ടിക്കുള്ളത് മാത്രമേ തന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ഇക്വേഷനിലൊക്കെ 2 ക്വാണ്ടിറ്റീസ് മിസ്സിംഗ് ആണ്. ഇത് അപ്പോൾ എ കിട്ടും. എ കിട്ടിയാൽ ഒറ്റച്ച് ഓക്കെ. ആ ഒരു ഓരോരുത്തർക്കും ഓരോ ലൈൻ ഓഫ് തോട്ട് ആയിരിക്കും. ഞാനിങ്ങനെയാണ് ഇതെടുക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വി നീഡ് ടു ഫൈൻഡ് എസ്. അപ്പോൾ എസ് വരുന്ന ഇക്വേഷൻ, എസ് കാണാനുള്ള 2 ഇക്വേഷൻ നമ്മളെ കയ്യിലുണ്ട്. രണ്ടും എടുത്ത് പരിശോധിച്ചു. രണ്ടും ഉപയോഗിച്ചു സോൾവ് ചെയ്യാൻ പറ്റില്ല, കാരണം എ എന്ന് പറയുന്ന ആൾ മിസ്സിംഗ് ആണ്. അപ്പോൾ എ കാണാൻ വല്ല വഴിയുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. അപ്പോഴാണ് വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ളത് ഇതുവരെ ഉപയോഗിക്കാത്ത മറ്റൊരു ഇക്വേഷൻ അവിടെ ഉണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ എഴുതി നോക്കിയപ്പോൾ അതിലുള്ള എല്ലാ പാരാമീറ്റേഴ്സും എ വഴിയെ നമുക്ക് അറിയുന്നതാണ്. അതിൽ നിന്ന് എ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ എ ആദ്യം പറഞ്ഞ ഇക്വേഷനിൽ ഉപയോഗപ്പെടുത്തുന്നു, എന്നിട്ട് ആൻസർ കണ്ടെത്തുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ദി പ്രൊസീജിയർ. ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തത് steel wire of length 1.5 meter and diameter 0.25 centimeter is loaded with a force of 98 Newton. The increase in length of the wire is 1.5 in 10 raised to -4. Calculate tensile stress and fractional change in length of the wire. കാണാൻ പറഞ്ഞത് സ്ട്രെയിനും ഫ്രാക്ഷണൽ ചേഞ്ച് ആണ് ഡെൽറ്റ L/L ആണ്. സ്ട്രെയിൻ ആണ് ഫ്രാക്ഷണൽ ചേഞ്ച് എന്ന് പറയും. അപ്പോൾ കാണാൻ പറഞ്ഞത് സ്ട്രെസ്സും സ്ട്രെയിനും ആണ്. തന്നിട്ടുള്ളത് വയറിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, ഡയമീറ്റർ തന്നിട്ടുണ്ട്, അതിന്മേൽ ലോഡ് ചെയ്യുന്ന ഫോഴ്സ് തന്നിട്ടുണ്ട്, ഇൻക്രീസ് ഇൻ ലെങ്ത് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. എൽ തന്നിട്ടുണ്ട്, ഡി തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അപ്പോൾ റേഡിയസ് 0.125 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്, ഫോഴ്സ് 98 ന്യൂട്ടൺ, ഇൻക്രീസ് ഇൻ ലെങ്ത് തന്നിട്ടുണ്ട്, ഡെൽറ്റ എൽ ഉണ്ട്, എഫ് ഉണ്ട്, എൽ ഉണ്ട്, ഡാറ്റാസ് ഒക്കെ അവൈലബിൾ ആണ്. സ്റ്റീൽ വയർ ഓഫ് ലെങ്ത് 1.5 meter and diameter 0.25 centimeter is loaded with a force 98 Newton. Increase in length of the wire is 1.5 into 10 raised to -4 meter. Find tensile stress and fractional change in length. സ്ട്രെസ് കാണാൻ എന്ത് ചെയ്താൽ മതി, F/A ചെയ്താൽ മതി. എഫ് തന്നിട്ടുണ്ട്, എ ഇക്വേഷൻ റേഡിയസ് എന്നുകൊണ്ട് എ കാൽക്കുലേറ്റ് ചെയ്യാം. എ കാൽക്കുലേറ്റ് ചെയ്യാണ്. എ ഇസ് ഈക്വൽ ടു πr² എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന 6 ഇവിടെ തന്നിട്ടുണ്ട്. 3.14 ഇൻറ്റു ഇതിന് ഞാൻ 1.25 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. അതായത് 1.125 സെൻറ്റിമീറ്ററിനെ 1.25 ഇൻറ്റു 10 raised to -3 എന്ന് എഴുതാം മീറ്റർ ആക്കുമ്പോൾ. അല്ലെങ്കിൽ 0.125 ഇൻറ്റു 10 raised to -2 എന്ന് എഴുതാം. അതാണ് 1.25 ഇൻറ്റു 10 raised to -3 എന്നാക്കിയത്. അങ്ങനെ ആക്കി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് ചെയ്താൽ 4.91 ഇൻറ്റു 10 raised to -6 ആണ് കിട്ടുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോൾ അങ്ങനെ ഏരിയ കിട്ടി. ഈസി ആയിട്ട് ഏരിയ കണ്ടെത്തി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് വന്നിട്ടുണ്ട്, ഏരിയ അങ്ങനെ കണ്ടെത്തി. സ്ട്രെസ് F/A 98 ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ ദിസ് ഏരിയ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 19.96 ഇൻറ്റു 10 raised to 6 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇവിടെ തന്ന ഡാറ്റകളൊക്കെ നോക്കുമ്പോൾ സ്ട്രെസ് ആണ് കാണാൻ പറഞ്ഞത്. സ്ട്രെസ് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് തന്നിട്ടുണ്ട്, ഏരിയ നേരിട്ട് തന്നിട്ടില്ലെങ്കിലും വയറിൻ്റെ ഡയമീറ്റർ കിട്ടിയാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അതാണ് അറിഞ്ഞിരിക്കേണ്ടത്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കാണാൻ റേഡിയസ്, ഡയമീറ്റർ തന്നാൽ റേഡിയസ് അറിയാം, πr² വെച്ച് ഏരിയ കാണാം. അപ്പോൾ അത് രണ്ടും തന്നിട്ടുണ്ട്. ഇനി അടുത്തത് ടെൻസൈൽ സ്ട്രെസ് അപ്പോൾ കിട്ടി. ഇനി അടുത്ത കാണേണ്ടത് ഫ്രാക്ഷണൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ ആണ്. ഫ്രാക്ഷണൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പോൾ ഡെൽറ്റ L/L അതാണ് ഫ്രാക്ഷണൽ ഇൻക്രീസ് അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഡെൽറ്റ എല്ലും അറിയാം, എല്ലും അറിയാം, ജസ്റ്റ് റേഷ്യോ എടുക്കുക. ഡെൽറ്റ എൽ പറഞ്ഞാൽ 1.5 ഇൻറ്റു 10 raised to -4 ഡിവൈഡ് ബൈ 1.5 എന്ന് പറഞ്ഞാൽ 10 raised to -4 ആണ് ഇവിടെ ചേഞ്ച്. ഇവിടെ യൂണിറ്റ് ഉണ്ടാവില്ല, ബിക്കോസ് ദിസ് ഈസ് ഡെൽറ്റ എൽ, ദിസ് ഈസ് എൽ.
സോ ഫ്രാക്ഷണൽ ഇൻക്രീസ് ഇൻ ലെങ്ത് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ആണ് 10⁻⁻⁴ ആണ്. ഓക്കെ, ഒരു പക്ക ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നും ആലോചിക്കാനില്ല. ഇതാത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട്. ഒരു എ നേരിട്ട് തന്നിട്ടില്ല, അതിന് പകരം റേഡിയസ് ആണ് തന്നത്, ഡയമീറ്റർ ആണ് തന്നത്. അതിൽ നിന്ന് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കണ്ടെത്തണം. അത് മാത്രമേ ഉള്ളൂ. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഞാനിങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ അല്ലേ? സ്പീഡ് കുറക്കണമെങ്കിലോ ഇപ്പോൾ കൂടുതൽ പറയണമെങ്കിലോ ഒക്കെ നിങ്ങൾ പറഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്തുതരാം. ഓക്കെ, ഇതിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. A car and truck have same kinetic energy at a certain instant while they are moving along 2 parallel roads. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. Which one will have greater momentum? If the mass of the truck is 100 times greater than the velocity of the 100 times greater than that of the car, find ratio of velocity of the truck to the velocity of the car. ട്രക്കും കാറും തമ്മിലുള്ള വെലോസിറ്റീസിന്റെ റേഷ്യോ ആണ് പ്രധാനമായിട്ടും കാണാൻ പറഞ്ഞത്. ട്രക്കിന്റെയും കാറിന്റെയും സെയിം കൈനറ്റിക് എനർജിയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആർക്കാണ് കൂടുതൽ മൊമെന്റം ഉണ്ടാവുക? അപ്പോൾ കൈനറ്റിക് എനർജിയും മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ പഠിക്കണം. ആ റിലേഷൻ എന്താണ്? കെ എന്ന് പറയുന്നത് p²/2m ആണ്. അതിൽ നിന്ന് പി എന്ന് പറയുന്നത് √2mk എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ദി മാസ് ആൻഡ് റൂട്ട് ഓഫ് കൈനറ്റിക് എനർജി. ഇത് മൊമെന്റവും കൈനറ്റിക് എനർജി തമ്മിലുള്ള k = p²/2m എന്നുള്ള ഇക്വേഷൻ വളരെ പ്രധാനമാണ്. ഇത് ഉപയോഗിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇത് ഉപയോഗിച്ച് പല ടൈപ്പ് ഇങ്ങനത്തെ 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇനി നമുക്ക് ആൻസർ ചെയ്യാം. മൊമെന്റം ആണ് കാണേണ്ടത്, കൈനറ്റിക് എനർജി സെയിം ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി മാറില്ലെങ്കിൽ പിന്നെ മൊമെന്റം എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? മാസിനെയാണ്. അപ്പോൾ പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √m. അപ്പോൾ മാസ് കൂടുതലുള്ള ആൾക്ക് കൂടുതൽ മൊമെന്റം ഉണ്ടാകും. അപ്പോൾ ഒരേ കൈനറ്റിക് എനർജി ആണെങ്കിൽ പിന്നെ മാസ് കൂടിയാൽ അയാൾക്ക് കൂടുതൽ കൈനറ്റിക് എനർജി കിട്ടും. കാരണം അയാൾ കൂടുതൽ മൊമെന്റം കിട്ടും. മാസ് കാരണം p = √2mk ആണ്. ഫോർ എ ഗിവൺ കൈനറ്റിക് എനർജി p is proportional to √m. അപ്പോൾ മാസ് ഈസ് ഗ്രേറ്റർ ഫോർ ട്രക്ക്, സോ ട്രക്ക് വിൽ ഹാവ് ഗ്രേറ്റർ കൈനറ്റിക് എനർജി. ആൻസർ ട്രക്ക് എന്ന് എഴുതിയാൽ മതി. ഒരുപാട് വിശദീകരിച്ച് എഴുതണം, പക്ഷെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ട്രക്കിനാണ് കൂടുതൽ കൈനറ്റിക് എനർജി ഉണ്ടാവും. ഓക്കെ, രണ്ടാമത്തെ പാർട്ടിൽ എന്താ പറയുന്നത്? മാസ് ഓഫ് ദി ട്രക്ക് എന്ന് പറയുന്നത് 100 ടൈംസ് മാസ് ഓഫ് ദി കാർ. അപ്പോൾ ട്രക്കിന്റെ മാസിനെ ഞാൻ MT എന്ന് വിളിച്ചു, കാറിന്റെ മാസിനെ MC എന്ന് വിളിച്ചു. അപ്പോൾ MT = 100 MC എന്നാണ് പറഞ്ഞത്. നമുക്ക് കാണേണ്ടത് VT/VC ആണ്. റേഷ്യോ ഓഫ് ദി വെലോസിറ്റി ഓഫ് ദി ട്രക്ക് ടു ദാറ്റ് ഓഫ് കാർ ആണ്. സോ VT/VC ആണ് കാണേണ്ടത്. അപ്പോൾ 1/2 MT/VT² = 1/2 MC/VC² തന്നിട്ടുണ്ട്. എവിടെ നിന്നാണ്? എ കാർ ആൻഡ് ട്രക്ക് ഹാവ് സെയിം കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട്. അതിൽ നിന്നാണ് 1/2 MT/VT² = 1/2 MC/VC². ഇത് ട്രക്കിന്റെ കൈനറ്റിക് എനർജി, ഇത് കാറിന്റെ കൈനറ്റിക്. ഇവിടെ p²/2m ഉപയോഗിച്ചു. ഇവിടെ ഡയറക്റ്റ് ആയിട്ടുള്ള സാധാരണ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ 1/2 mv² ഉപയോഗിച്ചു. അതാണ് ഇവിടെ ഈസി ആവുക. കാരണം എന്താണ്? ഇവിടെ മാസിന്റെ റേഷ്യോ നമുക്കറിയാം. MT = 100 MC എന്നാണ് റേഷ്യോ ഓഫ് ദി മാസസ് ആർ ഗിവൺ. അപ്പോൾ പിന്നെ കൈനറ്റിക് എനർജിയുടെ റേഷ്യോ കൈനറ്റിക് എനർജി സെയിം ആണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ കൈനറ്റിക് എനർജി മാസ് നമുക്ക് കാണേണ്ടത് വെലോസിറ്റിയാണ് റേഷ്യോ. അപ്പോൾ കൈനറ്റിക് എനർജി മാസ് വെലോസിറ്റി തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇക്വേഷനാണ് ഇവിടെ വേണ്ടത്. അത് ആലോചിച്ചാൽ അറിയാം. നമുക്ക് തന്നത് മാസിന്റെ റേഷ്യോസ് ആണ്. സോ മാസസ് ആർ ദർ, റേഷ്യോസ് ഓഫ് മാസസ് ആർ ദർ. കാണേണ്ടത് വെലോസിറ്റിയുടെ റേഷ്യോസ് ആണ്. കൈനറ്റിക് എനർജി സെയിം ആണ് ഈ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. സോ കൈനറ്റിക് എനർജി, മാസ്, വെലോസിറ്റി ഈ മൂന്നും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇക്വേഷൻസ് കിട്ടിയാൽ പ്രോബ്ലം ഈസി ആവും. അതിലേക്കാണ് നോക്കേണ്ടത്. അങ്ങനെ ഞാൻ 1/2 mv² എന്നുള്ളത് തന്നു. ആദ്യത്തെ പാർട്ടിൽ ചോദിച്ചത് മൊമെന്റം ആണ്, തന്നത് കൈനറ്റിക് എനർജി സെയിം ആണെന്നാണ്. അപ്പോൾ മൊമെന്റവും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള ബന്ധമുള്ള ഇക്വേഷനാണ് അവിടെ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ p²/2m എന്ന് എഴുതണം. ഓക്കെ, മൊമെന്റം വരണം കൈനറ്റിക് എനർജിക്കുള്ള ഇക്വേഷൻ. ഇവിടെ മൊമെന്റം പറയുന്നില്ല. ഇവിടെ ഒരേ കൈനറ്റിക് എനർജി, റേഷ്യോ ഓഫ് വെലോസിറ്റീസ് കാണണം, മാസസിന്റെ റേഷ്യോ അറിയാം. അങ്ങനെയാകുമ്പോൾ മാസ്, വെലോസിറ്റി, കൈനറ്റിക് എനർജിയുള്ള ഇക്വേഷൻ. സോ 1/2 mvt² = 1/2 mcvc². ഹാഫ് ക്യാൻസൽ ചെയ്യും. അപ്പോൾ VT²
വി ടി സ്ക്വയർ ബൈ വി സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എം സി ബൈ എം ടി എന്ന് വരും, 1/100 വരും. അല്ലെങ്കിൽ വി ടി ബൈ വി സി പറഞ്ഞാൽ റൂട്ട് 1/100 എന്ന് വരും, ദാറ്റ് ഈസ് 1/10. ഇതിന് ഹാഫും ക്യാൻസൽ ചെയ്യും. പിന്നെ ഇത് റീഅറേഞ്ച് ചെയ്താൽ എം ടി എം സി ഇങ്ങോട്ട് പോയാൽ എം ടി ബൈ എം സി വരും. ഈ വി ടി സ്ക്വയർ ഇങ്ങോട്ട് പോയാൽ അല്ല വി ടി ബൈ വി സി ആണ് വേണ്ടത്. വി ടി സ്ക്വയർ ഈ വി സി സ്ക്വയർ കണ്ടത് വി ടി സ്ക്വയർ ബൈ വി സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എം സി ബൈ എം ടി. ഓക്കെ, അഗെയിൻ ഇറ്റ് ഇസ് എ കുറച്ചൊന്ന് ആലോചിച്ച് ചെയ്യേണ്ട ഒരു കുറച്ച് പ്രോബ്ലമാണ്. എല്ലാവർക്കും അത്ര പെട്ടെന്ന് എളുപ്പം മനസ്സിലായിക്കൊള്ള ഇക്വേഷൻസ് കൊണ്ട് വന്നോളുന്നില്ല, കുറച്ചൊന്ന് തിങ്ക് ചെയ്യണം. The centripetal force depends on mass of the body, velocity and radius of circular path. Find the expression for centripetal force acting on the body using the principle of dimensional analysis. Direct question, സാധാരണ വരുന്നതാണ്, പെട്ടെന്നൊന്ന് എഴുതി പോവാം. ഫസ്റ്റ് നമ്മളിങ്ങനെ എഴുതും. ഈ മെത്തേഡ് അറിയാത്തവർ മറന്നുപോയവരുണ്ടെങ്കിൽ ഒന്ന് ഓർത്തെടുക്കാനാണ്. ഫസ്റ്റ് നമ്മൾ എന്താണോ കണ്ടെത്തേണ്ടത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. സോ എഫ് ഈസ് ഈക്വൽ ടു എന്താണെങ്കിലും ആ കണ്ടെത്തേണ്ടത് ഈക്വൽ ടു കെ ഇൻറ്റു എം റേസ് ടു എക്സ് വി റേസ് ടു വൈ ആർ റേസ് ടു ഇസഡ്. എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, വെലോസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, റേഡിയസ്, ആ മൂന്നാളി എഴുതും എം വി ആർ, എന്നിട്ട് എം റേസ് ടു എക്സ് എന്നും വി റേസ് ടു വൈ എന്നും ആർ റേസ് ടു ഇസഡ് എന്നും എഴുതും. ഇനി എക്സ് വൈ ഇസഡ് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിൻ്റെ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അനുസരിച്ച് നമ്മൾ രണ്ട് ഭാഗത്തുള്ള ഡയമെൻഷൻസ് ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ എഫ് കെ എന്ന് പറയുന്നത് ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുക. ഇതിൽ കെ 1 ആണെന്ന് തന്നിട്ടുണ്ട്, കെൻ്റെ ആവശ്യമില്ല. സോ എം റേസ് ടു എക്സ്, ഡയമെൻഷൻ ഓഫ് എം റേസ് ടു എക്സ്, ഡയമെൻഷൻ ഓഫ് ഇ റേസ് ടു വൈ, ഡയമെൻഷൻ ഓഫ് ആർ റേസ് ടു ഇസഡ്, അങ്ങനെ എഴുതുന്നു. അപ്പോൾ എഫിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം, എം റേസ് ടു 1, എൽ റേസ് ടു 1, ടി റേസ് ടു -2, എം എൽ ടി റേസ് ടു -2. പിന്നെ എം റേസ് ടു എക്സ് ഉണ്ട്. വി എന്ന് പറയുന്നത് എമ്മിൻ്റെ ഡയമെൻഷൻ എം തന്നെയാണ്, അപ്പോൾ എം റേസ് ടു എക്സ്. വിയുടെ ഡയമെൻഷൻ എൽ ടി റേസ് ടു -2, അപ്പോൾ എൽ ടി റേസ് ടു -1, അപ്പോൾ എൽ റേസ് ടു -1 ബൈ റേസ് ടു വൈ. വിൻ്റെ സ്ഥാനത്ത് വിൻ്റെ ഡയമെൻഷന് പകരം അത് കൊടുക്കുന്നു. എല്ലിൻ്റെ ആറിൻ്റെ ഡയമെൻഷന് പകരം എൽ എന്ന്, ആറിൻ്റെ ആറ് എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്, അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എല്ലാണ്. ഇനി എല്ലാ പവറുകളും ക്ലബ് ചെയ്യുക. പവർ എം എൽ ടി എന്നുള്ള ഒറ്റ ടേമിലാക്കി ക്ലബ് ചെയ്യുക. അപ്പോൾ എം റേസ് ടു എക്സ് എമ്മിൻ്റെ ഒരു ടേമേ ഉള്ളൂ, എല്ലിൻ്റെ ഇവിടെ ഒരു ടേം ഉണ്ട്, ഇവിടെ ഒരു ടേം ഉണ്ട്. അപ്പോൾ ഇവിടെ എൽ റേസ് ടു വൈ വരും, ഇവിടെ എൽ റേസ് ടു ഇസഡ്, അപ്പോൾ എൽ റേസ് ടു വൈ പ്ലസ് ഇസഡ്. ടി റേസ് ടു -1 ആണ് ഇവിടെ, അപ്പോൾ ടി റേസ് ടു -1 ഓൾ റേസ് ടു വൈ എന്ന് പറയാം, ടി റേസ് ടു -y. ഇപ്പോൾ എല്ലും ടിയും ആയി, ഇവിടെ എമ്മും എല്ലും ടി. ഇനി പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുക. പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എമ്മിൻ്റെ പവർ എക്സ് ആണ്, ഇവിടെ എമ്മിൻ്റെ പവർ 1 ആണ്, അപ്പോൾ എക്സ് ഈക്വൽ ടു 1. ഇവിടെ എല്ലിൻ്റെ പവർ 1 ആണ്, ഇവിടെ എല്ലിൻ്റെ പവർ വൈ പ്ലസ് ഇസഡ് ആണ്, അപ്പോൾ വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 1. ഇവിടെ ടിയുടെ പവർ -2 ആണ്, ഇവിടെ ടിയുടെ പവർ -y ആണ്, അപ്പോൾ -2 ഈസ് ഈക്വൽ ടു -y, -y ഈസ് ഈക്വൽ ടു -2 എന്ന് പറഞ്ഞാൽ y2. അപ്പോൾ എക്സ് 1 എന്ന് കിട്ടി, y2 എന്ന് കിട്ടി. ഇനി ഇസഡും കൂടി ഈക്വേഷൻ ഉപയോഗിച്ച് കാണാം. അപ്പോൾ y പ്ലസ് ഇസഡ് 1 ആണ്. അപ്പോൾ y പ്ലസ് ഇസഡ് എന്ന് പറയുന്നത് y നമുക്ക് കിട്ടി, എക്സും കിട്ടി, ഇസഡ് ആണ് കാണുന്നത്. y പ്ലസ് ഇസഡ് 1 ആണ്. ഇസഡ് എന്ന് പറയുന്നത് 1 - y ആണ്, y2 ആണ്. സോ 1 - 2 1 - 1. അപ്പോൾ ഇസഡ് അങ്ങനെ കണ്ടെത്തും. പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഇത് കണ്ടെത്താനുള്ള വഴി, അത് മനസ്സിലാക്കുക. ഇങ്ങനെ എഴുതുക, രണ്ട് ഭാഗത്തും ഡയമെൻഷൻ എടുക്കുക. ഡയമെൻഷൻ എടുക്കുമ്പോൾ കോൺസ്റ്റന്റ് ഡയമെൻഷൻലെസ് ആണ്, ഈ കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ്. ചില ക്വസ്റ്റ്യനിൽ കെൻ്റെ വാല്യൂ തരും, അത് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഒഴികെ ബാക്കിയുള്ള ടേമിൻ്റെ ഡയമെൻഷൻസ് എടുക്കുക. ഡയമെൻഷൻസ് എടുത്തിട്ട് എം എൽ ടി മാത്രം എഴുതിയിട്ട് അതിൻ്റെ പവേഴ്സ് കറക്റ്റ് ചെയ്ത് എഴുതുക. ആ പവേഴ്സ് എൽ എച്ച് എസിലെയും ആർ എച്ച് എസിലെയും ഇക്വേറ്റ് ചെയ്യുക. അത് സോൾവ് ചെയ്യുമ്പോൾ എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും വാല്യൂ കിട്ടും. ആ വാല്യൂസ് എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 2, ഇസഡ് ഈക്വൽ ടു -1 ആൻഡ് കെ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എഫ് ഈസ് ഈക്വൽ ടു എം കെ 1 ആണ്, അപ്പോൾ എം റേസ് ടു എക്സ് എം റേസ് ടു 1 ആണ്, വി റേസ് ടു 2 എം വി സ്ക്വയർ, ആർ റേസ് ഇസഡ് -1 ആണ്, എം വി സ്ക്വയർ ആർ റേസ് ടു -1. ഇനി അതിനൊരു നല്ല ഫോമിലേക്ക് കൊണ്ടുവരും, ആർ റേസ് ടു -1 എന്ന് പറഞ്ഞാൽ ബൈ ആർ ആവും. സോ എം വി സ്ക്വയർ ബൈ ആർ എന്ന് എഴുതാം. നിങ്ങൾക്ക് അറിയുന്നതാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്ന സമയം എടുക്കുന്നില്ല. അപ്പോൾ 3 പ്രോബ്ലം ഇതിൽ നമ്മൾ ചെയ്തു. ഏത് ഡയമെൻഷണൽ അനാലിസിസിൽ 3 മെത്തേഡും വന്നിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ വന്നു കഴിഞ്ഞു. ദെൻ സ്റ്റെം എഞ്ചിൻ എന്നാണ്, സ്റ്റീം എന്നാണ് വരേണ്ടത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിരിക്കാം. സ്റ്റീം എഞ്ചിൻ ഡെലിവേഴ്സ് 5.4 × 10⁸ ജൂൾ ഓഫ് വർക്ക് പെർ മിനിറ്റ് ആൻഡ് സർവീസസ് 3.6 × 10⁹ ജൂൾ ഓഫ് ഹീറ്റ് പെർ മിനിറ്റ് ഫ്രം ബോയിലർ. എഫിഷ്യൻസി ഓഫ് എഞ്ചിൻ കാണണം, ഹീറ്റ് വേസ്റ്റ് ചെയ്ത് എത്രയെന്നും കാണണം. ഇത്തരം പ്രോബ്ലംസ് പലപ്പോഴും വരാറുണ്ട്. ഹീറ്റ് വേസ്റ്റഡ് എന്ന് പറഞ്ഞാൽ
ആ കോൾഡ് റിസർവോയറിലേക്ക് തള്ളുന്ന ഹീറ്റാണ് വേസ്റ്റ് ചെയ്ത ഹീറ്റ്. Q1 ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റാണ് എടുക്കുന്നതെങ്കിൽ Q2 കോൾഡ് റിസർവോയറിലേക്ക് തള്ളുമെന്ന് പറഞ്ഞല്ലോ. ആ Q2 ആണ് വേസ്റ്റഡ് ഹീറ്റ്. അപ്പോൾ Q2 കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു ചോദ്യം. ഒന്ന് ഈറ്റ എഫിഷ്യൻസി കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ W വർക്ക് തന്നിട്ടുണ്ട് 5.4 × 10⁸. Q1 തന്നിട്ടുണ്ട് 3.6 × 10⁹ ജൂൾ. ഈറ്റ കാണണം, Q2 കാണണം. ഈറ്റ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. ഒരു ഹീറ്റ് എഞ്ചിൻ്റെ ഔട്ട്പുട്ട് പറഞ്ഞാൽ ആ ഹീറ്റ് എഞ്ചിൻ ചെയ്യുന്ന വർക്കാണ്, അത് തന്നിട്ടുണ്ട്. ഹീറ്റ് എഞ്ചിൻ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഹീറ്റ് എഞ്ചിൻ ഹോട്ട് റിസർവോയറിൽ നിന്ന് ഹീറ്റ് എഞ്ചിനിലേക്ക് കൊടുക്കുന്ന ഹീറ്റാണ്. സോ ദ ഹീറ്റ് അബ്സോർബ്ഡ് ഫ്രം ദി ഹോട്ട് റിസർവോയർ, ദാറ്റ് ഈസ് Q1. Q1 ആണ് ഇൻപുട്ട്, W ആണ് ഔട്ട്പുട്ട്. സോ ദി എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്, ദാറ്റ് ഈസ് W/Q1. അപ്പോൾ എഫിഷ്യൻസി 0.15 എന്ന് കിട്ടും. W/Q1 ആണ്. W തന്നിട്ടുണ്ട്, Q1 തന്നിട്ടുണ്ട്. W/Q1 ആണ് എഫിഷ്യൻസി. സോ ഇറ്റ് ഈസ് 0.15. സോ W എന്ന് പറയുന്നത് നമുക്കറിയാം ഫ്രം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. W എന്ന് പറയുന്ന ആ ഹീറ്റ് എഞ്ചിനിലേക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് കൊടുത്താൽ Q1 - Q2 അല്ലെങ്കിൽ കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് Q1 - Q2 ആണ് നെറ്റ് ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദി വർക്കിംഗ് സബ്സ്റ്റൻസ്. ഹോട്ട് ഒബ്ജക്റ്റിൽ നിന്ന് ഹോട്ട് റിസർവോയറിൽ നിന്ന് Q1 അബ്സോർബ് ചെയ്തു, അല്ലെങ്കിൽ Q2 എമൗണ്ട് കോൾഡ് റിസർവോയറിലേക്ക് തള്ളി എന്ന് പറഞ്ഞാൽ ആ വർക്കിംഗ് സബ്സ്റ്റൻസ് ആഗിരണം ചെയ്ത ഹീറ്റ് അല്ലെങ്കിൽ വർക്കിംഗ് സബ്സ്റ്റൻസ് നെറ്റ് എഫക്റ്റീവായിട്ട് ലഭ്യമായ ഹീറ്റ് Q1 - Q2. ആ ഹീറ്റാണ് വർക്കായിട്ട് മാറുന്നത്. സോ W is equal to Q1 - Q2. ഓക്കെ. സോ Q2 എന്ന് പറയുന്നത് Q1 - W. Q2 എന്ന് പറയുന്നത് Q1 - W. ഇത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് വരുന്നതാണ്. ഹീറ്റ് എഞ്ചിനൊക്കെ സൈക്ലിക് പ്രോസസ്സ് ചെയ്യിക്കാരം. സൈക്ലിക് ഒരു കംപ്ലീറ്റ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുക. വർക്കിംഗ് സബ്സ്റ്റൻസ് ഒരു ഹോട്ട് റിസർവോയറിൽ നിന്നും സം ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അറ്റ് സം ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്യും, പിന്നെ അത് വർക്ക് ചെയ്യും. വർക്ക് ചെയ്തിട്ട് കോൾഡ് റിസർവോയറിൽ വേറെ ലോ ടെമ്പറേച്ചറിൽ കോൾഡ് റിസർവോയറിലേക്ക് വർക്കിംഗ് സബ്സ്റ്റൻസ് ഹീറ്റ് കൊടുക്കും. വീണ്ടും അത് പഴയ ടെമ്പറേച്ചറിലേക്ക് തന്നെ എത്തും. അപ്പോൾ ടെമ്പറേച്ചർ നെറ്റ് ചേഞ്ച് ആ ഒരു കംപ്ലീറ്റ് സൈക്കിൾ പൂർത്തിയാക്കി അടുത്ത് തുടങ്ങാനെത്തുമ്പോൾ പഴയ ടെമ്പറേച്ചറിലേക്ക് എത്തി. അപ്പോൾ നെറ്റ് ഒരു കംപ്ലീറ്റ് സൈക്കിൾ പൂർത്തിയാക്കുമ്പോൾ ടെമ്പറേച്ചറിൽ ചേഞ്ച് ഇല്ല, അതുകൊണ്ട് ഇന്റേണൽ എനർജിയിൽ ചേഞ്ച് ഇല്ല. അപ്പോൾ ΔQ എന്ന് പറയുന്നത് ΔW ആയിരിക്കും ഹീറ്റ് എഞ്ചിനിൽ. മനസ്സിലായല്ലോ? ΔQ എന്ന് പറഞ്ഞാൽ നെറ്റ് ഹീറ്റ് അബ്സോർബ്, അതായത് Q1 - Q2. ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ അങ്ങനെയാണ്. സോ Q1 - W is equal to 3.6 × 10⁹ - 5.4 × 10⁸. Q2 എന്ന് പറയുന്നത് 36. അതായത് ഇതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയെന്നുള്ളൂ. Q1 - W വാല്യൂ കിട്ടി. Q2 is equal to Q1 - W. അപ്പോൾ Q1 വാല്യൂ അറിയാം, 3.6 × 10⁹ മൈനസ് W എന്ന് പറയുന്നത് 5.4 × 10⁸. ഓക്കെ. അപ്പോൾ Q2 എന്ന് പറഞ്ഞാൽ അതിന് രണ്ടിൻ്റെയും പവർ തുല്യമാക്കി എഴുതി. എന്നാൽ അത് ഈസി ആയിട്ട് സബ്ട്രാക്ഷൻ നടത്താം. അപ്പോൾ 3.6 × 10⁹ 10⁸ ആക്കി. അപ്പോൾ 36 × 10⁸ മൈനസ് 5.4 × 10⁸. അപ്പോൾ അത് കുറച്ചാൽ 36 - 5.4 × 10⁸ എന്ന് എഴുതാം. 36 - 5.4 ആണ് 30.6. So 30.6 × 10⁸. 36 × 10⁸ മൈനസ് 5.4 × 10⁸ എന്നാക്കി. ഈ 3.6നെ 36 ആക്കി. അപ്പോൾ 10⁹ 10⁸ ആയി. ഒരേ പവറിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ കോഎഫിഷ്യൻസ് സബ്ട്രാക്ട് ചെയ്തു, എന്നിട്ട് ആ പവർ എഴുതി. ഈസി. അപ്പോൾ 30.6 × 10⁸ ആണ് Q2. ഇത്രയും ഹീറ്റ് വേസ്റ്റ് ചെയ്തു. ഹീറ്റ് വേസ്റ്റഡ് പെർ മിനിറ്റ് 30.6 × 10⁸ ജൂൾ. Q1 Q2 ഒക്കെ ഹീറ്റ് അബ്സോർബ്, Q1 ഈസ് ഹീറ്റ് അബ്സോർബ്ഡ് പെർ മിനിറ്റ് ആണ്. അപ്പോൾ ദിസ് ഈസ് ഹീറ്റ് വേസ്റ്റഡ് പെർ മിനിറ്റ് ആണ്. ദിസ് ഈസ് വർക്ക് ഡൺ പെർ മിനിറ്റ് ആണ്. ഒരു മിനിറ്റിന്റെ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഓക്കെ. ഓക്കെ. Then next question. A transverse harmonic wave on a string is described by y of x, t is equal to 3 sin. ഇത് കണ്ടോ? ഇതേ ക്വസ്റ്റ്യൻ മുമ്പ് തന്നതാണ്. അതുകൊണ്ട് ഇതിന് ഞാൻ ചെയ്യണമെന്നില്ല. ഇതിലെ ചോദ്യം ഈസ് ദിസ് ട്രാൻസ്വേഴ്സ് വേവിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. y of xt is equal to 3 sin 36t plus 0.18 x plus pi/4. ചോദ്യം ഈസ് ദിസ് എ ട്രാവലിംഗ് വേവ്? ഇഫ് ഇറ്റ് ഈസ് എ ട്രാവലിംഗ് വേവ്, വാട്ട് ആർ ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ? ഒക്കെ നിന്ന് ചെയ്യാം. What are its amplitude and frequency? What is the least distance between two successive crests in the wave? ഇതൊക്കെ ഇതേ ഫോം നേരത്തെ ചെയ്തതാണ്.
ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെലോസിറ്റി കാണാൻ ഒമേഗ ബൈ കെ എന്നുള്ള ഇക്വേഷൻ ചെയ്യുമ്പോൾ ഇവിടെ സെൻറ്റിമീറ്ററിലാണ് എക്സും വൈയും തന്നിട്ടുള്ളത്, ടി സെക്കൻഡിലുമാണ്. അപ്പോൾ കെ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കൂ ഇക്വേഷൻ, ഇവിടെ ഒമേഗ ടിയും എക്സും തമ്മിലുള്ള ടേം തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്ലസ് ആയിട്ടാണ്. അപ്പോൾ നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്ന ഒരു വേവാണ്. ദോസ്തേ ട്രാവലിംഗ് വേവ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ ട്രാവലിംഗ് വേവ് ആണോ ചെക്ക് ചെയ്യാൻ എന്താ ചെയ്യുക, ഇവിടെ ഒരു ടി പ്ലസ് ഓർ മൈനസ് എക്സ് എന്നുള്ള ഫോം വരണം. ഇതിൻ്റെ ഉള്ളിൽ ടി പ്ലസ് ഓർ മൈനസ് ടി ഇൻറ്റു എക്സ് വന്നിട്ട് കാര്യമില്ല, മനസ്സിലായല്ലോ. ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് കെ എക്സ് എന്നുള്ള ഫോമിൽ വരണം, അല്ലെങ്കിൽ കെ എക്സ് പ്ലസ് ഓർ മൈനസ് ഒമേഗ ടി എന്നുള്ള ഫോമിൽ വരണം. അത് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ട്രാവലിംഗ് വേവ് ആണ്. ഇനി ഏത് ഡയറക്ഷനാന്ന് ചോദിച്ചാൽ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് ട്രാവലിംഗ് അലോങ് ദി നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. അതുകൊണ്ട് ചോദിച്ചിട്ടില്ല, സ്പീഡും ഇതൊക്കെ കാണാം. ഇപ്പോൾ ട്രാവലിംഗ് വേവ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. ഇനി ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുന്നു, അതിൽ നിന്ന് എ സൈൻ കെ എക്സ് പ്ലസ് ഒമേഗ ടി പ്ലസ് പൈ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നേരെ A3 എന്ന് കിട്ടും. ഒമേഗ 36 കെ ഇസ് ഈക്വൽ ടു 0.05 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഇതിൽ ഒമേഗ സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലാണ്. അപ്പോൾ അത് ഒരു കാര്യം, സ്പീഡ് കാണുമ്പോൾ ഒരു ഒറ്റ കാര്യം ശ്രദ്ധിക്കണം, വി ഈക്വൽ ടു ഒമേഗ ബൈ കെ എന്ന് വെച്ച് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ വേവ് ലെങ്ത് കണ്ടിട്ട് അത് ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ പ്രശ്നമൊന്നുമില്ല. ഒമേഗ ബൈ കെ വെച്ച് ചെയ്യുമ്പോൾ കെ സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലാണ്. അപ്പോൾ അതിനെ മീറ്റർ ഇൻവേഴ്സ് ആക്കണം. അപ്പോഴാണ് വെലോസിറ്റി വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് കിട്ടുള്ളൂ. മീറ്റർ ഇൻവേഴ്സ് ആക്കണമെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇൻറ്റു 10⁻²⁻2 ആണ് മീറ്ററിലാക്കാൻ, സെൻറ്റിമീറ്റർ മീറ്ററാക്കാൻ ഇൻറ്റു 10⁻²⁻2 ആണ്. അപ്പോൾ അതിന് മീറ്റർ ഇൻവേഴ്സിന് സെൻറ്റിമീറ്റർ ഇൻവേഴ്സിന് മീറ്റർ ഇൻവേഴ്സ് ആക്കാൻ 10⁻² ചെയ്യണം. 0.018 ഇൻറ്റു 10⁻² മീറ്റർ ഇൻവേഴ്സ്, അപ്പോൾ 1.8 മീറ്റർ ഇൻവേഴ്സ്. അപ്പോൾ വി ഈക്വൽ ടു ഒമേഗ ബൈ കെ 36/1.8, ദാറ്റ് ഈസ് 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും സ്പീഡ്. പിന്നെ ആംപ്ലിറ്റ്യൂഡ് ഒമേഗ ഒക്കെ കാണാം. ഒമേഗ 2πf വെച്ചിട്ട് എഫ് കാണാം. ഒമേഗ ബൈ 2π ഒമേഗ തന്നിട്ടുണ്ടല്ലോ. മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ക്രസ്റ്റ് ഈസ് വേവ് ലെങ്ത് പറഞ്ഞാൽ കെ ഈക്വൽ 2π/λ, ലാംഡ ഈസ് ഈക്വൽ 2π/k. അതൊക്കെ നേരത്തെ ചെയ്ത അതേ പ്രോബ്ലമാണ്, അതുകൊണ്ട് ഞാനത് കൂടുതൽ പറയുന്നില്ല. ഈ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കുക, ഒമേഗ ബൈ കെ എന്നുള്ള ഇക്വേഷൻ വെച്ച് വെലോസിറ്റി കാണുകയാണെങ്കിൽ കെ സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലുള്ള കെനെ മീറ്റർ ഇൻവേഴ്സിലേക്ക് മാറ്റിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അല്ലെങ്കിൽ വെലോസിറ്റി സെൻറ്റിമീറ്റർ പെർ സെക്കൻഡിലാണ് കിട്ടുക, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡിലാണ് കിട്ടുന്ന വെലോസിറ്റി, അതാണ് ശ്രദ്ധിക്കേണ്ടത്. മീറ്റർ പെർ സെക്കൻഡിലേക്ക് പിന്നീട് മാറ്റിയാലും മതി. അല്ലാതെ ഇതിനെ നേരെ ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതിയാൽ തെറ്റും. ദിസ് ഇസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇതും കൂടി പറഞ്ഞിട്ട് നിർത്താം, ഫുള്ള് തീർക്കാം. അതോടുകൂടി നമുക്ക് നിർത്താം ഇപ്പോൾ ഈ ഡിസ്കഷൻ. ഇപ്പോൾ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഏതാണ്ട് വരാവുന്ന മോഡലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുക, ചെയ്യാൻ പറ്റാത്തതുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാനത് ചെയ്തു തരും. സോ ഇത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. എ ബോയ് ത്രോസ് എ ബാൾ ഓഫ് മാസ് 200 gram വിത്ത് എ വെലോസിറ്റി 20 meter per second. എ ബോയ് ത്രോസ് എ ബാൾ ഓഫ് മാസ് 200 gram with a velocity 20 meter per second at an angle of 40 degree with the horizontal. What is the kinetic energy of the ball at the highest point of the trajectory? Kinetic energy കാണാനോ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ എന്താണെന്ന് മനസ്സിലാവില്ല, അത്രേ ഉള്ളൂ. So a boy throws a ball of mass 200 gram with a velocity 20 meter per second at an angle of 40 degree. അപ്പോൾ ഹയസ്റ്റ് പോയിന്റിലുള്ള വെലോസിറ്റി കാണണം. നേരെ കല്ല് മുകളിലേക്ക് വരുന്ന ഹയസ്റ്റ് പോയിന്റ് വെലോസിറ്റി 0 ആണ്, കൈനറ്റിക് എനർജി 0 ആണ്. ഇവിടെ അങ്ങനെ പറയാൻ പറ്റില്ല, പ്രൊജക്ടൈലാണ്. കാരണം ഇവിടെ വെർട്ടിക്കൽ മോഷനും ഉണ്ട്, ഹൊറിസോണ്ടൽ മോഷനും ഉണ്ട്. എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി 0 ആവില്ല ഒരിക്കലും. വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി മാക്സിമം ആയിട്ടുള്ള 0 ആണ്. അപ്പോൾ വാട്ട് ഈസ് ദി വെലോസിറ്റി അറ്റ് മാക്സിമം ഹൈറ്റ് എന്നുള്ളത് കാണണം. ഇൻറ്റു 12mv² ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി നോക്കാം. m 200 gram 0.2 kilogram, u 20 meter per second ഇനീഷ്യൽ വെലോസിറ്റി, തീറ്റ 40 ഡിഗ്രി, കൈനറ്റിക് എനർജി കാണും. മാക്സിമം ഹൈറ്റിൽ എക്സ് കമ്പോണന്റ് ഓഫ് ദി വെലോസിറ്റി എന്ന് പറയുന്നത് യു കോസ് തീറ്റ. അത് എപ്പോഴും യു കോസ് തീറ്റയാണ് പ്രൊജക്ടൈൽ മോഷനിൽ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വി എക്സ് മാറൂല, എക്സ് കമ്പോണന്റ് ഓഫ് ദി വെലോസിറ്റി. വൈ കമ്പോണന്റ് ഓഫ് ദി വെലോസിറ്റി മുകളിലേക്ക് പോകുമ്പോൾ കുറഞ്ഞ് ഏറ്റവും ഹൈറ്റിൽ 0 ആവും, പിന്നെ അത് കൂടി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൂടി വരും. അപ്പോൾ വി വൈ എന്ന് പറയുന്നത് മാക്സിമം ഹൈറ്റിൽ 0 ആണ്. അപ്പോൾ മാക്സിമം ആയിട്ടുള്ള ടോട്ടൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഏത് പോയിന്റിലുള്ള ടോട്ടൽ വെലോസിറ്റി കാണണമെങ്കിലും v ഈക്വൽ ടു √(vx²+vy²) ആണ് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ മാക്സിമം ആയിട്ടുള്ള വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കാണണമെങ്കിൽ v
വി എക്സ് ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ ആണ്. അപ്പോൾ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. അല്ലെങ്കിൽ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. അങ്ങനെ കണ്ടാലും മതി. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് കണ്ടാൽ മതി. ഓക്കെ, 15.32 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഞാൻ യു കോസ് തീറ്റയുടെ വാല്യൂ ആണ് കണ്ടത്. അത് 15.32 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ ആണ്. ഹാഫ് ഇൻറ്റു 0.2 ഇൻറ്റു 15.32 ദി സ്ക്വയർ 23.47. ഇവിടെ നിന്ന് തന്നെ വി സ്ക്വയർ ആണ് കണ്ടാലും മതി. വി എക്സ് സ്ക്വയർ മനസ്സിലായല്ലോ. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ ഹാഫ് എം ഇൻറ്റു യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റയാണ് ആൻസർ വരും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ പെട്ടെന്ന് ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമ്മൾ പ്രൊജക്ടൈൽ മോഷനുമായി ബന്ധപ്പെട്ട് ഇക്വേഷൻ മാക്സിമം ഹൈറ്റിനുള്ളത് പഠിച്ചിരുന്നു. പക്ഷേ അതിലൊന്നും കൈനറ്റിക് എനർജി പഠിച്ചിട്ടില്ല. ഓക്കെ, സോ 23.47 ജൂൾ എന്ന് ആൻസർ കിട്ടും. 2018 കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടി എനിക്ക് പറയണം തോന്നുന്നു. ഒന്നും കൂടി പറയാം. അതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് എവിടെയാന്ന് നോക്കട്ടെ. So next question, shell of mass 0.020 kilogram is fired by a gun of mass 100 kilogram. Muzzle speed of the shell is 80 meter per second. What is the recoil speed of the gun? Simple ആണ്. Momentum conservation apply ചെയ്താൽ മതി. ഇതല്ല, വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാനത് എന്തായാലും പറയണമെന്ന് വിചാരിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡിസ്കസ് ചെയ്യാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് തൽക്കാലം അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റിൽ വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇതെന്തായാലും നിങ്ങൾ ചെയ്ത് പലപ്പോഴും പരീക്ഷയ്ക്ക് ഈ ഡയഗ്രാം ബേസ് ചെയ്തുള്ള ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഞാനും ക്ലാസ് എടുത്തപ്പോൾ ചെയ്തെന്ന ക്വസ്റ്റ്യൻ ആണ്. യെസ്, ദിസ് ഈസ് ദാറ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. 2017 ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ചതാണ്. എ ബേസ്ബോൾ ലീവ്സ് എ ബാറ്റ് വിത്ത് ആൻ ഇനീഷ്യൽ സ്പീഡ് ഓഫ് 37 മീറ്റർ പെർ സെക്കൻഡ് വിത്ത് ആൻ ആംഗിൾ 53.1 ഡിഗ്രി. ഫൈൻഡ് പൊസിഷൻ ഓഫ് ദി ബോൾ വെൻ t equal to 2 seconds. Treat the baseball as a projectile g equal to 9.8 meter per second square. This is a good question. ഒരു പ്രത്യേക ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ അധികം ചോദിച്ചിട്ടില്ലാത്ത മോഡൽ. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം ഞാൻ എടുത്ത് പറയുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ പൊസിഷനാണ് കാണാൻ പറഞ്ഞത്. പ്രൊജക്ടൈൽ മോഷനാണ് ഇഷ്യൂ, സെനാരിയോ. പ്രൊജക്ടൈൽ മോഷന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തന്നിട്ടുണ്ട്. 2 സെക്കൻഡ് കഴിയുമ്പോൾ ഉള്ള പൊസിഷൻ ഓഫ് ദി പാർട്ടിക്കിൾ ആണ്. എങ്ങനെയാണ് പൊസിഷൻ പറയാന്ന് ആദ്യം മനസ്സിലാക്കണം. പൊസിഷൻ പറയാന്ന് പറഞ്ഞാൽ ആ സമയത്തുള്ള അതിന്റെ എക്സ് കോർഡിനേറ്റ് പറയണം, വൈ കോർഡിനേറ്റ് പറയണം, എത്രയാണെന്ന് കണ്ടെത്തണം. അപ്പോൾ പൊസിഷനായി. അപ്പോൾ പ്രൊജക്ടൈൽ മോഷനെ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. നമുക്ക് 2 മോഷനായിട്ടാണ് നമുക്ക് അറിയാം, നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. It consists of 2 simultaneous motion, one along x direction, another along y direction. Y ഡയറക്ഷനിലുള്ളത് മോഷൻ അണ്ടർ ഗ്രാവിറ്റി ആണ്, ആക്സലറേഷൻ ഉള്ളതാണ്. എക്സ് ഡയറക്ഷനിലുള്ള മോഷന് ആക്സലറേഷൻ 0 ആണ്. അങ്ങനെ 2 മോഷനായിട്ട് പരിഗണിക്കണം. അപ്പോൾ അതങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അസ്യൂം ദി സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദി ബോൾ ആസ് ഒറിജിൻ ആയിട്ട് നമ്മൾ ആദ്യം ആ ബോൾ എവിടുന്നാണോ ഹിറ്റ് ചെയ്ത് പോകുന്നത്, പ്രൊജക്ടൈൽ ലോഞ്ച് ചെയ്യുന്നത്, അതായത് ബേസ് ബോൾ ഹിറ്റ് ചെയ്യുന്ന പോയിന്റിനെ, ബാറ്റ് കൊണ്ട് ഹിറ്റ് ചെയ്യുന്ന പോയിന്റിനെ ഒറിജിനായിട്ട് എടുക്കുന്നു. അപ്പോൾ അതിന് ആ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും 0 എന്ന് എടുത്തു. അതാണ് ഒറിജിൻ. x0 is equal to y0 is equal to 0 എന്ന് എടുത്തു. അത്രേ ഉള്ളൂ. ഇനി മോഷൻ അലോങ് എക്സ് ഡയറക്ഷനിലുള്ള മോഷൻ മാത്രം പരിഗണിക്കുക. എക്സ് ഡയറക്ഷനിലുള്ള മോഷൻ മാത്രം. അപ്പോൾ യു എക്സ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി അലോങ് ദി എക്സ് ഡയറക്ഷൻ. അത് യു കോസ് തീറ്റയാണ്. അത് 37. അപ്പോൾ യു എന്ന് പറയുന്നത് 37 ആണ്. അപ്പോൾ യു കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇതിന്റെ വാല്യൂ 37 കോസ് 53.1 എന്ന് വരും. തീറ്റ 53.1 ആണ്. അപ്പോൾ ഈ വാല്യൂ കിട്ടും 22.22. അതോടൊപ്പം തന്നെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട, പ്രൊജക്ടൈൽ മോഷനിൽ എക്സ് ഡയറക്ഷനിലുള്ള ആക്സലറേഷൻ 0 ആണ്. സോ കമ്പോണന്റ് ഓഫ് ആക്സലറേഷൻ അലോങ് എക്സ് ഡയറക്ഷൻ. എക്സ് ഡയറക്ഷനിലെ ആക്സലറേഷൻ ഇല്ല, 0 ആണ്. അപ്പോൾ എക്സ് ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് കിട്ടണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എസിനെ നമുക്ക് എക്സ് ടി മൈനസ് x0 എന്ന് എഴുതാം. എസ് ഡയറക്ഷനിലുള്ളാകുമ്പോൾ എക്സ് ടി മൈനസ് x0 എന്ന് എഴുതാം. വൈ ഡയറക്ഷനിലുള്ള മോഷൻ ആകുമ്പോൾ എസിനെ നമ്മൾ വൈ ടി മൈനസ് y0 എന്ന് എഴുതും. xt is the final position along the x direction. x0 is the initial x component. xt is the final x value. xt minus x0 is equal to uxt plus half axt square. അതാണ് ഇക്വേഷൻ. അതിൽ xt നെ മാത്രം അവിടെ നിർത്തി x0 പുറത്തേക്ക് എടുത്തു. xt ആണ് നമുക്ക് കാണേണ്ടത്. x0 0 ആണെന്ന് അറിയാം, ux കിട്ടി, ax 0 ആണ്. അപ്പോൾ xt എന്ന് പറയുന്നത്
ഇതൊക്കെ ഈ ടേം 0 ആയി പോകും. എക്സ് 0 ആയതുകൊണ്ട് യു എക്സ് ടി എക്സ് 0 ആണ് പ്ലസ് 22.22 ഇൻറ്റു 2 അപ്പോൾ 44.44 നമുക്ക് ഒരു കോർഡിനേറ്റ് കിട്ടി എക്സ് ടി. ഇനി ഇതേപോലെ വൈ ഡയറക്ഷനുള്ള മോഷൻ പരിഗണിച്ചാൽ വൈ ടിയും കണ്ടെത്താൻ പറ്റും. പക്ഷെ വൈ ഡയറക്ഷനിൽ ആക്സലറേഷൻ ഉണ്ട്. അപ്പോൾ ഇനി മോഷൻ അലോങ് വൈ ഡയറക്ഷൻ നമ്മൾ പരിഗണിക്കാം. അപ്പോൾ യു വൈ എന്ന് പറയുന്നത് യു സൈൻ തീറ്റ ആയിരിക്കും. യു എക്സോടെ യു കോസ് തീറ്റ ആണല്ലോ. അപ്പോൾ യു വൈ എന്ന് പറയുന്നത് യു സൈൻ തീറ്റയാണ്. അപ്പോൾ 37 സൈൻ 53.1 29.59 മീറ്റർ പെർ സെക്കൻഡ് വരും. എ വൈ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷൻ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. സോ എ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ജി which is equal to minus 9.8 meter per second square. അപ്പോൾ വൈ ഡയറക്ഷനിൽ ആക്സലറേഷനും അറിയാം. നേരത്തെ അതേ ഇക്വേഷൻ എഴുതുന്നു, പക്ഷേ ഇപ്പോൾ വൈയിലാണ് എഴുതുന്നത്. സോ ഫോർ മോഷൻ അലോങ് വൈ ഡയറക്ഷൻ വൈ ടി ഇസ് ഈക്വൽ ടു വൈ സീറോ ഇസ് പ്ലസ് യു വൈ ടി പ്ലസ് ഹാഫ് എ വൈ ടി സ്ക്വയർ. ഇതും എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ തന്നെയാണ്. ഇവിടെ എസ് എന്ന് പറയുന്നത് വൈ ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇത് വൈ ടി മൈനസ് വൈ സീറോ. യു വൈ എന്ന് പറയുന്നത് വൈ ഡയറക്ഷനിലെ ഇനീഷ്യൽ വെലോസിറ്റി ആണ്. എ വൈ എന്ന് പറയുന്നത് വൈ ഡയറക്ഷനിലെ ആക്സലറേഷൻ ആണ്. സോ വൈ ടി ഇസ് ഈക്വൽ ടു 0 പ്ലസ് 29.59 ഇൻറ്റു 2 മൈനസ് ഹാഫ് ഇൻറ്റു ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വൈ സീറോ എന്ന് പറയുന്നത് 0, യു വൈ എന്ന് പറയുന്നത് 29.59 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇൻറ്റു ടി എന്ന് പറയുന്നത് 2 സെക്കൻഡ് ആണ്. 2 സെക്കൻഡ് കഴിയുമ്പോഴതാണ് ടി ഈക്വൽ ടു 2, അതാണത്. മൈനസ് ഹാഫ് ഇൻറ്റു എ എന്ന് പറയുന്നത് മൈനസ് ഹാഫ് വരാൻ കാരണം എ നെഗറ്റീവ് ആണ്. എ മൈനസ് 9.8 ആണ്. അപ്പോൾ പ്ലസ് ഹാഫ് ഇൻറ്റു മൈനസ് 9 അല്ലെങ്കിൽ മൈനസ് ഹാഫ് ഇൻറ്റു 9.8 ഇൻറ്റു ടി സ്ക്വയർ 2 സ്ക്വയർ ദാറ്റ് ഈസ് 59.18 ഇൻറ്റു മൈനസ് 19. ദാറ്റ് ഈസ് 39.58 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ എക്സ് ടിയും കിട്ടി വൈ ടിയും കിട്ടി. ദിസ് ഈസ് ദി ആൻസർ. ഇപ്പോൾ ആൻസർ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് പറയാം പൊസിഷൻ അറ്റ് ടി ഈക്വൽ ടു 2 സെക്കൻഡ് ഈസ് എക്സ് ടി കോമ വൈ ടി ഈസ് ഈക്വൽ ടു 44.4 മീറ്റർ കോമ 39.6 മീറ്റർ. ഓക്കെ, ദിസ് ഈസ് ദി ആൻസർ. ഇതൊരു അധികം ചോദിച്ചു കണ്ടിട്ടില്ലാത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ അത് മതി. ഇനി ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇനി ചെയ്യണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ. ഇനി ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്, സ്ലൈഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ പരീക്ഷ എടുത്തു. സോ നിങ്ങൾ സ്റ്റഡി ലീവിലായിട്ട് നിങ്ങളുടേതായ ഒരു പ്ലാനിൽ പഠിച്ച് തയ്യാറാവേണ്ട സമയമാണ്. അപ്പോൾ ക്ലാസ്സുകൾ ഇനി വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വൺ വേർഡ് ക്വസ്റ്റ്യൻ്റെ ഒരു ഡിസ്കഷൻ വെക്കണമെന്ന് വിചാരിച്ചിരുന്നു. എന്തായാലും വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒന്നെങ്കിൽ ഡിസ്കഷൻ വെക്കാം, അല്ലെങ്കിൽ കുറച്ച് വൺ വേർഡ് കളക്ട് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് PDF ആയിട്ടൊക്കെ വരാൻ പറ്റും. ആ സ്ലൈഡുകൾ PDF ആക്കിയിട്ട് നിങ്ങൾക്ക് തരാം, ആവശ്യമുള്ളവർക്ക് അത് നോക്കാമല്ലോ. അല്ല, ഇനി ക്ലാസ് വെക്കണമെന്ന് ആവശ്യമുള്ളവരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ വന്നാൽ പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് വെക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇനി നിങ്ങൾ പരീക്ഷയ്ക്ക് ഫോക്കസ് ചെയ്ത് ഒരു പ്ലാൻ സെറ്റ് ചെയ്ത് പഠിക്കുന്ന സമയമാണ്. ഇതിൻ്റെ ഇടയിൽ ഇന്ന് രാത്രിയോട് കൂടി മോഡൽ എക്സാം അടക്കം തീരുകയാണ്. ഫിസോളിൻ്റെ മോഡൽ എക്സാം ഇന്ന് രാത്രിയോട് കൂടി തീരും. മറ്റ് സബ്ജക്റ്റുകൾ തീരും തോന്നുന്നു. പിന്നെ നിങ്ങൾ തറവായിട്ടുള്ള ഇൻറ്റൻസീവായിട്ടുള്ള സ്റ്റഡി ആരംഭിക്കുന്നു. 6-ാം തീയതി പരീക്ഷ. ഓക്കെ, അപ്പോൾ ഇതിലേതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കുമോ, ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും എക്സാമിനെ കുറിച്ചോ മറ്റെന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്തപ്പോൾ ഞാൻ ഇതിനു വേണ്ടി നിങ്ങളെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രോബ്ലംസ് ഇരുന്ന് കുറേ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് കളക്ട് ചെയ്തു. അപ്പോൾ ഒക്കെ മനസ്സിലാവുന്ന ഒരു കാര്യം, പ്രോബ്ലംസ് അത്ര പ്രയാസമുള്ള പ്രോബ്ലംസ് ഒന്നും ഹയർ സെക്കൻഡറിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നില്ല. അത്ര വലിയ ടഫ് പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ചെയ്ത പ്രോബ്ലംസും അതിലുള്ള എക്സർസൈസിലുള്ള സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസും മാത്രമേ നിങ്ങൾക്ക് ചോദിക്കുന്നുള്ളൂ മെയിനായിട്ട്. അപൂർവം ഇതൊക്കെ കുറച്ചൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചിലപ്പോൾ എല്ലാവർക്കും ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഈ ചെയ്ത ക്വസ്റ്റ്യനോ അങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ജനറലി പ്രോബ്ലംസ് ഒരു പ്രശ്നമല്ല ഫിസിക്സിലെ എക്സാമിൻ്റെത്. പക്ഷെ എന്ത് വേണം, ഈ നിങ്ങളുടെ ഫോക്കസ് ഏരിയയുള്ള എക്സാമ്പിൾ പ്രോബ്ലംസ് ഒരുപാട് ഇതിൽ വന്നപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബന്ധമുള്ള കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. എൻ്റെ ക്ലാസ്സിൽ ഞാൻ എടുത്തപ്പോൾ സോൾവ് ചെയ്ത് തന്ന പ്രോബ്ലംസ് ഒരുപാട് ഇതിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പല സ്ലൈഡും ഞാൻ ക്ലാസ് എടുക്കാൻ ഉണ്ടാക്കി അതിൽ നിന്ന് അതേപോലെ കണ്ടെടുത്തതാണ്. ചിലതിലൊക്കെ ചില വാല്യൂസ് മാത്രമേ മാറ്റുള്ളൂ. അതേ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ പ്രോബ്ലം അതിലെ എക്സർസൈസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ തന്നെ. അപ്പോൾ അത് ഒരേപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ടെക്സ്റ്റിലുള്ള പ്രോബ്ലംസ്, വിക്ടേഴ്സിൻ്റെ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലംസ് അതൊക്കെ തന്നെയാണ് വരിക. അല്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടാക്കുന്ന പ്രോബ്ലംസ് ഒന്നും വരില്ല. അപൂർവമായിട്ട് 1-2 ഒക്കെ ഉണ്ട്. അത് നമ്മൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ഇതേപോലെ ചെയ്ത് പഠിച്ച കുട്ടികൾക്ക് അതും കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് ചോയ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല എന്നുള്ള ബേജാറ് വേണ്ട. പ്രോബ്ലംസ് വളരെ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ശ്രദ്ധിച്ച് ചെയ്യുക, സമയം റിലാക്സ് ചെയ്ത് ചെയ്യുക. ഓക്കെ, താങ്ക് യു.